പണ്ഡിതനാണ്. അദ്ദേഹം ഒരു വലിയ പുസ്തകശേഖരം ഇസ്ലാമിക വിഷയങ്ങളിൽ ഉള്ള ഒരു പണ്ഡിതനാണ് ഇരിക്കുന്നത്. ഓക്കെ, ഞങ്ങൾക്കൊക്കെ അറിയാത്ത കാര്യം മുഹമ്മദ് റിസ്വാനോപ്പ് ഞങ്ങളെ പഠിപ്പിക്കാൻ പോവാണ്. ഇതൊന്ന് പഠിപ്പിച്ചതാ. നിങ്ങളുടെ ഫാത്തിഹ 7 ആയത്ത് എടുത്ത് അതിന്റെ അർത്ഥം ഒന്ന് ശരിക്കൊന്ന് പറഞ്ഞതാ. അല്ല ഞാന് ഓണായിക്കോട്ടെ. ഞാനൊരു കാര്യം ചോദിക്കട്ടാ. ഇപ്പൊ പറയാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക, നിങ്ങളോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. നമ്മളിപ്പോ ഈ അറബി അർത്ഥം വെച്ചിട്ട് എന്താണ് കാര്യം? നിങ്ങൾക്ക് അത് അറിയില്ലല്ലോ. നിങ്ങൾ നമ്മളെ കൂട്ടത്തിൽപ്പെട്ടതല്ലല്ലോ. മനസ്സിലായോ? നിങ്ങൾ മുസ്ലിംസ്. ഇയാൾക്ക് അറിയില്ലെന്ന്, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറയേ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് മര്യാദയ്ക്ക് അങ്ങ് പറയുക. നമ്മളെ കൃത്യമായിട്ട് പറഞ്ഞത് ഇപ്പൊ താങ്കള് എന്ന് പറഞ്ഞിട്ട് അതിന്റെ മലയാളം നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞില്ലേ? ഇപ്പൊ പറഞ്ഞു തീർത്തില്ലേ എന്ന് പറയണ പോലെ അങ്ങ് പറഞ്ഞാൽ മതി. ഇനിയിപ്പൊ അറബി ഓതുന്നത് ഞങ്ങൾക്ക് കാതിന് ചില അലോസരപ്പെടുത്തുമെങ്കിലും താങ്കൾക്ക് വേണ്ടി ഞങ്ങൾ അതങ്ങ് സഹിക്കാം. പക്ഷെ അതിന്റെ മലയാളം പറഞ്ഞായിരുന്നല്ലോ എന്നിട്ട് അതിന്റെ കൂടെ. അപ്പൊ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് പൊയ്ക്കോളോ. ആ 7 അത് എത്രയല്ലേ ഉള്ളൂ, അതങ്ങ് വായിച്ചു തീർക്കുക. എന്നിട്ട് അജീഷ് ബ്രോ എടുക്കും. അതല്ല, ഇത് പിടിച്ച് നിർത്തലാണ്. കൊറേ ചോദ്യങ്ങൾ ചോദിച്ച് ഇത് പിടിച്ചു നിർത്തലാണ്. അത് ശരിയല്ല. പറയാനുള്ള അവസരം മുഴുവനായിട്ട് തരണം. താങ്കളുടെ അവസരമാണ്. തുടങ്ങിക്കോളൂ. ഇജ്ജ് തുടങ്ങുമ്പോളേ ആദ്യം മുതൽ അങ്ങോട്ട് പറയ്. ഇതാ മുഴുവൻ മൈക്കും തന്നിരിക്കുകയാണ്, പറഞ്ഞോളൂ, തുടങ്ങിക്കോളൂ. ഓക്കെ അത് അന്നോട് പറഞ്ഞു. അങ്ങോട്ട് തുടങ്ങുന്നേ. ഇല്ല, അദ്ദേഹം സംസാരിച്ചിരിക്കുക. റിസ്വാനെ അവിടെ സംസാരിക്കുന്ന മ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കേ. സമയം കളയാൻ വേണ്ടി വന്നതാ. റിസ്വാനെ സൂറ ഫാത്തിഹ എടുക്കുന്ന മതിയോ? അങ്ങനെയല്ലല്ലോ. ഹലോ, ഇത് കേട്ടില്ല. അപ്പൊ പറ ഇത്ര നേരം എന്താ ചെയ്തത്? ഞങ്ങൾ ലെസണിന് വേണ്ടി കാത്തിരിക്കുക. വേണമെങ്കിൽ ട്യൂഷൻ ഫീസും തരാൻ റെഡിയാണ്. ഒന്ന് പഠിപ്പിക്കുക സാറേ. എനിക്കൊന്നും അറിയില്ലെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ ഈ ഫാത്തിഹയെങ്കിലും ഒന്ന് പറഞ്ഞു തരൂ മിസ്റ്റർ. ഈ പരീക്ഷയ്ക്ക് എന്ത് അല്ല ചായക്കടയല്ലോ, അല്ല ബാറിലോ മറ്റോ ഇരിക്കാം. അതെ, പെട്ടിക്കട. അതിലൊരു 10-12 പേര് ഇരുന്ന് ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇത് വെറുതെ നമ്മുടെ സമയം കളയാനായിട്ടാ. ഓർക്ക് ഇത് പറയാൻ പോലും അറിയില്ല. നോക്കിക്കേ. അല്ല, ഈ ചാറ്റില് ആവേശം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഏതോ പണ്ഡിതനായിരിക്കുന്നു. 12ാം ക്ലാസ് വരെ പഠിച്ചെന്നൊക്കെ പറഞ്ഞപ്പോ എന്തൊക്കെയോ അറിയാമെന്നാ വിചാരിച്ചത്. അതെ, അറിയുന്നോണ്ടല്ലേ. ഞാൻ ശരിക്കും വോയിസിൽ വന്നത് ഫാത്തിഹയുടെ അർത്ഥം വെക്കാനല്ല. ശരിക്കും വോയിസിൽ വന്നത് നേരത്തെ ആ ചോദ്യത്തിന് ഉത്തരം തരാൻ വേണ്ടിട്ടാണ്. എന്റെ സ്നേഹിത നിങ്ങളോട് ഇവിടെ ചോദിച്ച് പിന്നെ അവിടെ ഇരുത്തത് ശരിയല്ല. നമുക്ക് ചിലപ്പോ ക്ലാരിഫിക്കേഷൻ ആക്കേണ്ടി വരും. ഞാൻ പറഞ്ഞല്ലോ 12ാം ക്ലാസ് വരെ പഠിച്ചതെന്ന്. ഈ ബഗഡി എന്തൊക്കെ പറയുന്നു, വിളിച്ചു പറയുന്നു, മര്യാദക്ക് ഓതാൻ അറിയില്ല. ഇതിനൊക്കെ എന്തൊക്കെയോ സംസാരിക്കട്ടെ. എല്ലാരും നിർത്തി. മുഹമ്മദ് റിസ്വാൻ, എന്താ വിഷയം? എന്താണ് പ്രശ്നം? എന്താണ് പ്രശ്നമല്ല പറയുന്നത്. നിങ്ങളിപ്പോ
ഇതില് ഞാൻ മനസ്സിലാക്കുന്നത് ഇതില് ഈ ഉം. കമ്മ്യൂണിക്കേഷനിൽ പെട്ട ആരുമില്ല. അതായത് മുസ്ലിമിൽ പെട്ട ഒരാളും ഇല്ല. ഇല്ല. ഒന്ന്, ആരുമില്ല. ഉം. രണ്ടാമത്തത് മതമില്ലാത്തവരായിരിക്കും കൂടുതലും. അല്ല, അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ശരിയാണ്. നിരീക്ഷിക്കാൻ സാധിക്കും. മതമില്ല, ഞങ്ങൾക്ക് ക്രിസ്തുവിന്റെ മാർഗമാണുള്ളത്. ബാക്കി പറഞ്ഞോളൂ. ക്രിസ്തു ഉം. മതാണോ? അതെ അതെ. ഉം. ഉം. അപ്പൊ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? കാരണം മതത്തിനേക്കാൾ ഉപരിയായിട്ട് ഞങ്ങൾ മാർഗത്തിൽ, ക്രിസ്തുവിന്റെ മാർഗത്തിൽ വിശ്വസിക്കുന്നു. ബാക്കി പറഞ്ഞോളൂ. ബാക്കി ഇനി എന്താ മുഹമ്മദ് റിസ്വാന് അടുത്ത എന്താണ്? അതെ അതെ, നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് അത് പറയൂ. ശരി, എനിക്കറിയേണ്ടത്, ഇപ്പം ഫാത്തികയുടെ വിഷയം ചോദിച്ചു. ഇപ്പൊ താങ്കൾ അതിന് മറുപടി പറയാതെ പോയി. മുഹമ്മദ് പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? യെസ്, തീർച്ചയായിട്ടും. ഓക്കെ. മുഹമ്മദ് ഈ ലോകത്തിന് എല്ലാ രീതിയിലും ഉത്തമ മാതൃകയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. മുഹമ്മദ് കോപിച്ചിട്ടുണ്ടോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കോപിക്കേണ്ടടുത്ത് കോപിച്ചിട്ടുണ്ട്, കോപിച്ചിട്ടുണ്ട്. സ്നേഹിക്കേണ്ടവരെ സ്നേഹിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മ ഉം. പഠിച്ചത്. ശരി. അപ്പൊ എല്ലാം ആ. കൊണ്ട് ഉത്തമ മാതൃകയാണ്. എല്ലാം കൊണ്ടും ഉത്തമ മാതൃകയാണ്. ആ മാതൃകയിൽ എത്ര എണ്ണം മുഹമ്മദ് റിസ്വാൻ പിൻപറ്റുന്നുണ്ട്? അല്ല, അതിപ്പോ പിൻപറ്റണമെന്നില്ലല്ലോ. ഇപ്പൊ ഒരുപാട് മുസ്ലിങ്ങളുണ്ട് ഈ ലോകത്ത്. കേരളത്തില് ഇപ്പൊ പല ജില്ലകളിലും എടുത്തു നോക്കിയാൽ നമുക്ക് തോന്നും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ മുസ്ലിങ്ങളായിരിക്കും. പക്ഷെ ആ മുസ്ലിങ്ങളെല്ലാം ഇതെല്ലാം മാതൃക പറ്റിയിട്ട് ജീവിക്കുന്നവരാണോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത സുന്നത്തുകള് നമ്മൾ അതുപോലെ ആവണമെന്നില്ല. പക്ഷെ മുഹമ്മദ് നബി എന്ന് പറയുന്നത് വലിയൊരു മാതൃകത്തിന്റെ നേതാവാണ്. മുഹമ്മദ് എന്ന് പറയുന്നത് ഒരു നേതാവാണ്, നമ്മുടെ നേതാവാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നിങ്ങളുടെ നേതാവാണ്. നേതാവ്. ഉം. നബി മരിക്കുന്ന സമയത്ത്, അല്ല, ജനിക്കുന്ന സമയത്ത് ബിംബങ്ങളൊക്കെ തകർന്നടിഞ്ഞ് വീണിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏത് ബിംബങ്ങള്? ഏത് ബിംബങ്ങളെന്നോ? അവിടെ ബിംബങ്ങളെന്ന് ഉണ്ടായിരുന്ന മുഴുവനായിട്ട് ചിലപ്പോ നമുക്ക് പറയാൻ പറ്റുന്നൊന്നും പറയില്ല. അവിടെ ഉണ്ടായ ബിംബങ്ങളൊക്കെ തകർന്ന് വീണിട്ടാണ് മുഹമ്മദ്. അങ്ങനെ ഒരുപാട് സംഭവം ഉണ്ട്. ശരി. അപ്പം മുഹമ്മദ് റിസ്വാന് മുഹമ്മദിന്റെ ജീവിതത്തിൽ ലോകർക്ക് മുഴുവനായിട്ട് ഉത്തമ മാതൃകയായിട്ട് മുഹമ്മദ് ചെയ്ത് കാണിച്ച ഒരു 3 റെഫറൻസ് സഹിതമായിട്ടൊന്ന് പറയാൻ പറ്റുമോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് മുഹമ്മദ് മറ്റുള്ള പ്രവാചകന്മാര് ചെയ്യാത്തത് താങ്കളുടെ ജീവിതത്തിൽ ചെയ്ത് മറ്റുള്ളവർക്ക് മാതൃകയാകാൻ പറ്റുന്ന രീതിയിൽ മുഹമ്മദ് ചെയ്ത് കാണിച്ച ഒരു 3 പറയാൻ പറ്റുമോ ഉത്തമ മാതൃകയായിട്ട് ഉള്ളതിൽ? നബി മാതൃക കാണിച്ച ഒന്നാണ് സ്നേഹം. കുട്ടികളോടൊക്കെ വളരെ നല്ല രീതിയിൽ പെരുമാറിയ ഒരാളാണ് നബി. കേൾക്കുന്നുണ്ടോ? ഒന്നാമത്തത്, ചെറിയ കുട്ടികളെയും വലിയവരെയും ബഹുമാനിക്കും, സ്നേഹിക്കും, കൂട്ടിപ്പിടിക്കും. പിന്നെ ഈ ഇസ്ലാമിലേക്ക് കൂടുതൽ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കുന്ന സമയത്ത് ഒട്ടകത്തിന്റെ കുടൽമാല പിന്നെ കഴുത്തിലിട്ട് കൊടുത്ത സമയത്ത് പോലും അത് ക്ഷമിച്ച് സഹിച്ച് നിന്ന ഒരാളാണ് മുഹമ്മദ് നബി. മനസ്സിലാക്കുന്നുണ്ടോ? അതിന്റെ റെഫറൻസ് എന്താ? മുശ്രിക്കീങ്ങളുടെ ഇടയിൽ നിന്ന് അസ്വാദിക്ക് എന്നുള്ള പേര് വീണിട്ടുണ്ട്. നമ്മളിപ്പം ഞാനതൊക്കെ ചോദിച്ചത്, നമുക്കറിയുന്ന ഈ ഒട്ടകത്തിന്റെ കുടൽമാല എടുത്തിട്ടപ്പോഴത്തേനും അവിടെ ക്ഷമിച്ചു സഹിച്ചു നിന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് തരാം. ക്ഷമിച്ചു സഹിച്ചു എന്ന് പറഞ്ഞാൽ അതിനെതിരെ ഒന്നും ചെയ്തിട്ടില്ല. അതാണ് ഇന്ന് ഈ ലോകത്ത് യഥാർത്ഥ മുസ്ലിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, പിന്നെ മുസ്ലിങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായിട്ട് അക്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. മുസ്ലിങ്ങൾക്കെതിരെ അക്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ഒരു പള്ളി കേറിയിട്ട് ഒരു ഉസ്താദിനെ വെട്ടിക്കൊലപ്പെടുത്തിയിട്ടുണ്ട്, ഒന്ന്. പിന്നെ ബീഫ് കഴിച്ചതിന്റെ പേരില് വെട്ടിക്കൊലപ്പെടുത്തിയിട്ടുണ്ട്, 2. പിന്നെ ബാബരി മസ്ജിദിന്റെ വിഷയം പറയുകയാണെങ്കിൽ പിന്നെ അത് നശിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും ഇന്നത്തെ ഈ സമുദായം ഒരു ക്ഷമയോടുകൂടി കാത്തിരിക്കുക, ഒന്നും തിരിച്ചു ചെയ്തിട്ടില്ല. ഒരുപാട് പിന്നെ മുസ്ലിങ്ങള് എന്നുള്ളതിന്റെ പേരിൽ ഞാൻ പോലും എന്തായിട്ടുണ്ട്, ഈ ഒരു പിന്നെ അക്രമം നേരിട്ടുള്ള ഒരാളാണ്. മനസ്സിലാക്കുന്നുണ്ടോ? അപ്പൊ
എനിക്കറിയാം എങ്ങനെയാണ് എന്നുള്ളത്. നമ്മൾ അവിടെയൊക്കെ നമ്മൾ എന്താക്കി ക്ഷമിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെയാണ് അതിന്റെ പിന്നെ ഒരുപാട് മുസ്ലിങ്ങൾക്ക് ഉണ്ടായ നഷ്ടങ്ങൾ എന്ന് പറഞ്ഞാല് നമുക്ക് എത്ര പറഞ്ഞാലും തീരൂല. അത്രയേറെ നഷ്ടങ്ങളാണ്. പക്ഷേ അതിനൊപ്പം പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം 10,000-ത്തിലേറെ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിലും അതിലൊക്കെ എല്ലാരും ഒരുപോലെ ആവണമെന്നില്ല. ഈ പറയുന്ന ഞാൻ പോലും എന്തല്ല നബിയുടെ ചര്യ മുഴുവനായിട്ട് പിൻപറ്റുന്ന ഒരാളെ ആവണം എന്നില്ല. എന്നാൽ പോലും കണ്ടാ സലാം പറയുന്നു, ചിരിക്കുന്നു, ക്ഷമിക്കേണ്ടടുത്ത് ക്ഷമിക്കുന്നു, ചിലപ്പോ ദേഷ്യപ്പെടുന്നുണ്ടാവും. അതൊക്കെ നമ്മള് പക്ഷെ നബി ചെയ്ത പല സുന്നത്തുകളുണ്ട്. അത് നമുക്ക് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. നബി 2 റക്അത്ത് നിസ്കരിക്കുന്നത്, തഹജ്ജുദ് കാര്യങ്ങള്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും നമുക്ക് ഒരുപക്ഷെ പിൻപറ്റി പോകണം എന്ന് പറ്റില്ല. മനസ്സിലാക്കുന്നുണ്ടോ? അപ്പൊ മുഹമ്മദും തന്റെ ഭാര്യമാരുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനായിരുന്നു? നല്ല എന്താ പറയാ സൗഹൃദത്തിലായിരുന്നു. ആ സൗഹൃദത്തിലായിരുന്നു. ഭാര്യമാർക്കൊന്നും അടുത്ത ഒരാളെ കെട്ടി പിന്നെ അടുത്ത ആളെ കെട്ടുമ്പോ പ്രശ്നമില്ലായിരുന്നു. അതുപോലെ തന്നെ മുഹമ്മദ് നബിയോട് വന്നിട്ട് അലി റളിയല്ലാഹു അൻഹു വന്നിട്ട് മുഹമ്മദ് നബിയുടെ മോളെ തരുമോന്ന് ചോദിക്കുന്നുണ്ട്. ഫാത്തിമ ബീവിയെ തരുമോന്ന് ചോദിക്കുമ്പോ എന്താ അലിയെ നിനക്ക് വേണ്ടത്? മുഹമ്മദ് നബി അത് കണ്ട് മനസ്സിലാക്കിയിട്ട് അലി റളിയല്ലാഹുവിന് ഈ ഫാത്തിമ ബീവിയെ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അത്രയും കൃത്യമായിട്ട് ക്ഷമിക്കും സഹിക്കും ഒക്കെ ചെയ്ത ഒരാളാണ് മുഹമ്മദ് നബി. കാരണം എനിക്ക് തോന്നുന്നു ഈ പിന്നെ സ്വന്തം ഭാര്യമാരെ അവരുടെ ബാപ്പായോ ഒക്കെ അടിച്ചു കഴിഞ്ഞാല് മുഹമ്മദ് എന്തായിരുന്നു അതില് പ്രതിവിധിയായിട്ട് ചെയ്തിരുന്നത്? എങ്ങനെ ചോദ്യം മനസ്സിലായില്ല. ആയിഷനെ അബൂബക്കർ അടിച്ചത് എന്തിനാ? അത് ഏത് കിതാബിലാ പറഞ്ഞത്? സ്വഹീഹ് മുസ്ലിമില്. തെളിവാണ് വേണ്ടത്. നമ്മളിപ്പോ അല്ല, ഞാൻ ക്ലബ് ചോദിച്ചതിന് തെളിവില്ല. ഒരു മുസ്ലിമായ താങ്കളോട് ഞാൻ ചോദിച്ചതിന് താങ്കൾക്ക് റെഫറൻസ് സഹിതം പറയാനില്ല. ഞാനിപ്പോ പറഞ്ഞതിന് റെഫറൻസ് സഹിതം പറയാം. സ്വഹീഹ് മുസ്ലിം വാല്യം 2 ഭാഗം 18 ഹദീസ് നമ്പർ 29. ജാബിർ നിവേദനം. അനുവാദം ചോദിച്ചുകൊണ്ട് അബൂബക്കർ നബിയുടെ അരികിൽ പ്രവേശിച്ചു. അപ്പോൾ അനുവാദം ലഭിക്കാതെ വാതിലിനരികിൽ ഇരിക്കുന്ന ആളുകളെയാണ് അദ്ദേഹം കണ്ടത്. ജാബിർ പറയുന്നു, അബൂബക്കറിന് അനുവാദം കിട്ടി, അദ്ദേഹം കടന്നു ചെന്നു. പിന്നെ ഉമർ അനുവാദം ചോദിച്ചു വന്നു, അദ്ദേഹത്തിനും അനുവാദം കിട്ടി. നബി ഒരു ഭാഗത്ത് ഇരിക്കുന്നതായി അദ്ദേഹം കണ്ടു. ചുറ്റും തന്റെ ഭാര്യമാരും. മൗനിയായും തല താഴ്ത്തിയുമാണ് അദ്ദേഹം ഇരിക്കുന്നത്. ഉമർ പറഞ്ഞു, ഞാൻ നബിയെ ചിരിപ്പിക്കുന്ന ഒരു വാക്ക് പറയുക തന്നെ ചെയ്യും. എന്നിട്ട് പറഞ്ഞു, ദൈവദൂതരെ, ഖാലിജയുടെ മകളെ താങ്കൾ കണ്ടിരുന്നെങ്കിൽ അവൾ എന്നോട് ചെലവ് ചോദിച്ചു. ഞാൻ എഴുന്നേറ്റ് അവളുടെ പിരടിക്ക് ഒരടി വെച്ചു കൊടുത്തു. അത് കേട്ട് അള്ളാഹുവിന്റെ ദൂതൻ ചിരിച്ചു. തുടർന്ന് നബി പറഞ്ഞു, ഇവർ എനിക്ക് ചുറ്റും നീ പറഞ്ഞ പ്രകാരം തന്നെയാണ് ചെലവ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഉടനെ അബൂബക്കർ എഴുന്നേറ്റ് ആയിഷയുടെ പിരടിക്ക് ഒന്ന് കൊടുത്തു. ഉമർ എഴുന്നേറ്റ് ഹഫ്സയ്ക്കും ഒന്ന് കൊടുത്തു. നബിയുടെ പക്കൽ ഇല്ലാത്തത് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണോ എന്ന് ഇരുവരും പറയുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞു, അല്ലാഹു സത്യം, ഞാൻ ദൈവദൂതനോട് അദ്ദേഹത്തിന്റെ അടുക്കൽ ഇല്ലാത്തത് ചോദിക്കുന്നില്ല. പിന്നെ 1 മാസം അഥവാ 29 ദിവസം നബി അവരെ വെടിഞ്ഞു നിന്നു. സ്വഹീഹ് മുസ്ലിം വാല്യം 2 ഭാഗം 18 ഹദീസ് നമ്പർ 29. അപ്പൊ ഈ അബൂബക്കർ ആയിഷയെ അടിച്ച എന്ത് കാര്യത്തിനാ? അല്ല, ഈ ഭാഗമൊന്നും ശരിക്കും പറഞ്ഞാൽ നമ്മ പഠിച്ചിട്ടില്ല. ഈ സംഭവേ നമ്മ പഠിച്ചിട്ടില്ല. അപ്പൊ ഇത് നിരീക്ഷകവാദികള് എന്ന് പറയുന്നത് സത്യത്തില് ഒരു മതത്തെ തകർക്കാൻ എന്റെ വേണ്ടിയിട്ടുള്ള പൊന്ന് ഒരു സുഹൃത്തെ, ഇത് സംഭവമാണ്. ഞാൻ മുസ്ലിങ്ങളുടെ ബുക്ക് നിങ്ങള് സ്റ്റാളിൽ അത് പോയി കാശ് കൊടുത്ത് മേടിച്ച പറ്റുമെങ്കിൽ പുസ്തകം തുറന്ന് വായിക്കുമ്പോ നിരീശ്വരവാദികൾ എഴുതിയെന്നൊന്നും എന്റെ അടുത്ത് പറയരുത്. ഖുറാനാണോ എടുത്ത് വായിക്കുന്നത്? സ്വഹീഹ് ഖുറാനാണോ എടുത്ത് മുസ്ലിം എന്ന് പറയുന്ന വായിക്കുന്നത്? ആരുടെയാ? സ്വഹീഹ് മുസ്ലിം എഴുതിയതാരാ? ഞാൻ ചോദിച്ചതിന് പറ, ഖുർആാനോ? നമുക്കിപ്പോ ഖുർആന്റെതും പിന്നെ തർജ്ജമ ചെയ്യുന്ന ഒരു സംഭവമാണ് തഫ്സീർ. തഫ്സീർ വഴിയാണ് നമുക്കത് പഠിപ്പിക്കല്. അപ്പൊ അതിലൊന്നും ഇല്ലാത്തൊരു സംഭവം നിങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുമ്പോ അതെന്ത് അർത്ഥമാണുള്ളത്? അതുകൊണ്ട് ഇതിന്റെ ഉത്തരം ഞാൻ തരും. ഇത് കണ്ടുപിടിക്കും. കാരണം കണ്ടുപിടിച്ചോ. നിങ്ങൾ ഞാൻ ഒന്നുകൂടെ റെഫറൻസ് പറയാം. സ്വഹീഹ് മുസ്ലിം സമ്മതിക്കാനുള്ളതല്ല. ഒന്നുകൂടെ പറയാം, റെഫറൻസ് പറഞ്ഞു തരാം. കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു. സ്വഹീഹ് മുസ്ലിം വാല്യം 2 ഭാഗം 18 ഹദീസ് നമ്പർ 29. കേട്ടല്ലോ? എഴുതിയെടുത്തോ.
പറ. സ്വഹീഹ് മുസ്ലിം വാല്യം 2 ഭാഗം 18. ഉം. പറ പറ ആ ഭാഗം 18 ഹദീസ് നമ്പർ 29. ഹദീസ് 29. ഉം. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു തരും എന്തായാലും. ഓക്കെ. അപ്പൊ ഇനി താങ്കൾ പറഞ്ഞ തഫ്സീർ വെച്ചാണ് ഇതെന്ന് പറഞ്ഞു, ശരിയല്ലേ? യെസ്, തഫ്സീർ വെച്ചിട്ടാണ്. ഓക്കെ. അപ്പൊ താങ്കള് ആ ഫാത്തികയില് ഒന്ന് വായിച്ച് ഒന്ന് പറഞ്ഞു തന്നെ, തഫ്സീർ വെച്ച് ഒന്ന് കറക്റ്റ് ആയിട്ട് ഒന്ന് പറഞ്ഞു തന്നെ. ഫാത്തിക ഒന്ന് ഓതിയിട്ട് തഫ്സീർ വെച്ചൊന്ന് പറഞ്ഞു തന്നെ. അല്ല, അതെന്തിനാണ്? ഇപ്പൊ നിങ്ങളൊരു അല്ല, അന്യമതത്തിൽപ്പെട്ട ഒരാളല്ലേ? അതെ, ഞാനത് പഠിക്കാൻ വേണ്ടിയാണ്. അല്ല, നിങ്ങൾ എന്തിനാണ് പഠിക്കുന്നത്? എനിക്ക് ഇസ്ലാം ആകാമല്ലോ, കുഴപ്പമില്ലല്ലോ. തെറ്റുണ്ടോ? എങ്ങനെ? ഞാൻ അത് പഠിച്ച് ഇസ്ലാം ആകുന്നോണ്ട് കുഴപ്പമുണ്ടോ? പൊന്നാനി പോണം. അല്ല, പൊന്നാനി പോണം. അല്ലോ, ഇത് നിങ്ങളെ അല്ല, പോലുള്ളവർ എനിക്ക് അറിവ് നിങ്ങൾക്ക് തന്നിട്ട് വേണ്ട നിങ്ങൾക്ക് എനിക്ക് ഇസ്ലാം അങ്ങോട്ട് മതം പോകാൻ. സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ, അല്ല, നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് ഇസ്ലാം ഒരു സ്ഥലം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സ്ഥലത്ത് പോവുക, കൃത്യമായിട്ട് പഠിപ്പിക്കും, അവിടെ നിന്ന് ഇസ്ലാം മതം സ്വീകരിക്കുക. അതെന്താണ് അത് സുഹൃത്തെ, നിങ്ങൾക്ക് പഠിച്ചതിന് ശേഷം, പൊന്നാനി അല്ല, പോയി പഠിക്കേണ്ട കാര്യമുണ്ടോ അത്രേ ഇതിന്? ഉള്ളൂ. അല്ല, അവിടുന്നാണ് സ്വീകരിക്കേണ്ടത് സ്വീകരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് പിന്നെ കാലങ്ങളായിട്ട് നടന്നു വരുന്നത്. പൊന്നാനി പോയി ആ, സ്വീകരിക്കാത്ത ഈ എത്ര ഉമർ ആൾക്കാരുണ്ട്? ഉമറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഉമർ എന്തോ? ആരായിരുന്നു അറിയോ? ആരാ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഉമർ ബിൻ ആരായിരുന്നു? ഖത്താബ് റളിയല്ലാഹു അൻഹു എങ്ങനെയായിരുന്നു, ആരായിരുന്നു? പറ, നിങ്ങൾ വലിയ പഠിച്ച ആളല്ലേ. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരായിരുന്നു? മരിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു മരിച്ചത്? ആ, അത്ര ഉള്ളോ? ഉമറിനെ പറ്റിയാണോ? നിക്ക് ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ഉമറിന്റെ വാക്കും പ്രകാരം ഒരു 3 ഖുറാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, അതിനെപ്പറ്റി അറിയാവോ? ഗൂഗിൾ കിട്ടൂല, എന്തോ? ഗൂഗിൾ കിട്ടൂല, കാലം മാറി. അതുകൊണ്ട് ആരാണ് ഈ താങ്കൾക്ക് ഗൂഗിളൊക്കെ എന്നാ എന്തെങ്കിലും ഉണ്ടായത്? അറിയണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ തപ്പിയാ കിട്ടാത്ത സാധനമൊക്കെ ഉണ്ടെന്ന് എനിക്കും അറിയാന്നേ. നിങ്ങൾ ഈ വയ്യാവേലി വർത്താനം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട, അല്ലല്ല, മനസ്സിലായോ? അങ്ങനെയല്ല ഞാൻ പറയുന്നത് കേക്ക്. നിങ്ങൾക്ക് ഇസ്ലാം ആ, മതം സ്വീകരിക്കാനാണ് നിങ്ങൾ ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന ആ. സ്ഥലത്ത് പോയാൽ അത് കൃത്യമായിട്ട് പഠിക്കും. നിങ്ങൾക്ക് ഇനി അവിടെ പോയി എന്തെങ്കിലും പഠിക്കേണ്ട നിങ്ങൾ ചോദിക്കുന്ന കാര്യമില്ലാന്നേ. ഉത്തരം എനിക്ക് ഉണ്ടാവും, അവിടെ പോയി അത് പഠിക്കണം. അവര് നിങ്ങളെ പോലുള്ളവർ പറഞ്ഞുതരും. ഇസ്ലാം ഇസ്ലാം ഇസ്- ഇസ്ലാം ഇസ്ലാം പഠിച്ചവരല്ലേ? പഠിക്കാനാണെങ്കിൽ അല്ല, ഇസ്ലാം നിങ്ങൾ പഠിച്ചവരല്ലേ? ഇസ്ലാം നിങ്ങൾ പഠിച്ചവരല്ലേ? നിങ്ങളിൽ നിന്നും പറഞ്ഞു തരൂ. നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റാത്ത നാണക്കേടാണോ ഇസ്ലാമിനെ പറ്റി പറഞ്ഞു തരാൻ? ആണോ? അജീഷ് ബ്രദറെ, ഇദ്ദേഹം കുറെ സമയം ഞാനിവിടെ കുറച്ച് ഹദീസ് വായിച്ചപ്പോ കയറി വന്നിട്ട് എഴുതിയിട്ടതാണ് ഈ സ്ത്രീ ഒന്നും അറിയില്ല, അവരൊന്നും അറിയാണ്ട് സംസാരിക്കുന്നു, ഇതൊന്നും എന്താ ഇല്ല പറയാല്ലേ, ഇപ്പൊ എന്നൊക്കെ ഇപ്പൊ എഴുതിയിട്ടു. ഒരു ഹദീസ് വായിച്ചപ്പോ തന്നെ പറഞ്ഞു, ഞാൻ അതിനെ പറ്റി പഠിച്ചിട്ടില്ല എന്ന്. അപ്പൊ എന്നാ ആ, പിന്നെ ഖുറാൻ എടുത്തിട്ട് തഫ്സീറോട് ചേർത്ത് വെച്ചിട്ട് ആ ഫാത്തിക എന്ന് പറയാൻ പറഞ്ഞിട്ട് മിണ്ടുന്നില്ല. അതെന്തിനാ നിങ്ങൾ ഞാനും അതാ പറയുന്നതെന്ന് ചോദിച്ചത്. ചോദിക്കുന്നത്. അതെ, അതിലെന്താ ഭയമാണോ എല്ലാ ഫാത്തിക കാര്യത്തിന്മേല്? ഫാത്തിഹയെങ്കിലും ഒന്ന് പറഞ്ഞതാ. 7 ആയത്തല്ലേ ഉള്ളൂ. എത്ര അരമണിക്കൂറായിട്ട് ഞാൻ ചോദിക്കുന്നു. അത് അവര് അറിവുള്ള ആളല്ലേ പറയത്തില്ലാന്നേ. പറഞ്ഞു തരണ്ടേ? അത് പറഞ്ഞു കഴിഞ്ഞാൽ പണി വീഴുമെന്നുള്ള കാര്യം അവർക്കറിയാം. ഖുറാനും തഫ്സീറുമാണ് നിങ്ങളുടെ ഇതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ഫാത്തിക എന്ന് പറഞ്ഞു തന്നെ മിണ്ടത്തില്ല. ഇനി ഉമറിന്റെ വാക്കും പ്രകാരം ഒരു 3 ആയത്തുകൾ എന്തൊക്കെയാണ് ഖുറാന്റെ അകത്ത് വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി മുസ്ലിങ്ങൾക്ക് അറിയാവോ? അതും അറിയത്തില്ല. ഉമർ എന്ത് ചെയ്യും? ഉമറിന്റെ പുസ്തകം ഗൂഗിളിൽ തപ്പിയാൽ കിട്ടത്തില്ല. ഗൂഗിളൊക്കെ എന്നാ വന്നത്? അത് നിങ്ങളുടെ ആൾക്കാർ ഇപ്പൊ ഗൂഗിളിൽ തപ്പാനാണല്ലോ എല്ലാരോടും പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരാൾ അജീഷ് കയറി വന്നിട്ട് ബ്രദറെ, പറയാണ് റെഫറൻസ്. പറഞ്ഞു. ഉമർ എങ്ങനെയാ? ഉമർ പറഞ്ഞത് അള്ളാഹു കേട്ടിട്ട് അള്ളാഹു അത് മെയിൽ വഴി അയച്ചു കൊടുത്തോ ആയിരിക്കും. മുഹമ്മദിന്? അതെങ്ങനെയാ മുഹമ്മദേ? ഉമറിന്റെ മനസ്സിൽ ആ ഒരു ഐഡിയ തോന്നിയില്ലായിരുന്നെങ്കിൽ മുസ്ലിം പെണ്ണുങ്ങൾ കറുത്ത തുണി ഇട്ടുകൊണ്ട് നടക്കുമായിരുന്നു.
ഉം. അതെ അതെ അതെ. ഉമറിന്റെ മനസ്സിൽ ആ ഒരു ഐഡിയ തോന്നി, അതുകൊണ്ട് മുസ്ലിം പെണ്ണുങ്ങൾ കറുത്ത തുണിക്കകത്ത് കയറി നടക്കുകയാണ്. ഉമറിന്റെ മനസ്സിൽ വേറൊരു ഐഡിയ തോന്നിയില്ലായിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് ഭാര്യമാരെ എല്ലാം തലാക്ക് ചൊല്ലി പറഞ്ഞേച്ചേനെ. ഉമറാ രക്ഷിച്ചത്. പിന്നെ ഉമർ ഇല്ലായിരുന്നെങ്കിൽ ഇവരിപ്പോഴും യെരൂശലേമിലേക്ക് നോക്കി തല കുമ്പിട്ട് നിസ്കരിച്ചുകൊണ്ടിരുന്നേനെ. ഉമർ പറഞ്ഞിട്ടാണ് മക്കയിലേക്ക് നോക്കിക്കോ മക്കളെ, കിബില മക്കയാക്കിക്കോ എന്ന് പറഞ്ഞത്. മുഹമ്മദേ എന്താ ഒന്നും മിണ്ടാത്തെ? ഞങ്ങള് ഫാത്തിഹ ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കൂ. ഉണ്ടൂല. ലേബ്രോസ് ഐ ലവ് യു. ആരാ? ഞാൻ അത് പുതിയ അറിയത്തില്ല, ബൈബിളൊന്നുമല്ല. എന്തൊക്കെയാണല്ലോ ഓന്റെ ജീസസിനെ ഉമ്മച്ചിയോട് പറയും. ജീസസിനെ ഇഷ്ടമാണെന്നാ പറഞ്ഞത്. അത് അത്രേ കുഴപ്പമില്ല. ഉള്ളൂ, എന്റെ അത് കുഴപ്പമില്ല. ഇത്രേ ഉള്ളൂ. എന്റെ പൊന്നളിയ ഉത്തരം മുട്ടുമ്പോ ഈ തറ പരിപാടി മുഹമ്മദ് സൗത്തിന്റെ തോട്ടത്തിൽ പറഞ്ഞവനാണോ? അല്ല പാണങ്ങാടി ഉമർ പൊടിയാ. മുസ്ലിമാനിനെ കുറിച്ച് പറ. എന്തോ ആരാ? ഉത്തരവില്ല, എല്ലാരും ഉത്തരം മുട്ടിപ്പോയി. ഏഹ് കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടൂല, അതാണ്. ആരാ? ഇയാളെന്താ ഉമറ് പട്ടു അല്ല പിടിച്ചോ? ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ആ ഞാൻ ഇയാൾക്ക് പട്ടു പിടിച്ചോ? അത് പഠിപ്പിച്ചുതരാം. ഉം, ഉമർ നബിനെ കൊല്ലാൻ പോവാണ്. അവിടെ എത്തി. പിന്നെ ആ, അവനറിയാവുന്ന ഒരു കാര്യമുണ്ട്, നന്മ അതവൻ പഠിപ്പിച്ചു തരും. കണ്ടിട്ടാണ് ഉമർ ഓക്കെ. നന്മ കണ്ടിട്ടാണ് ഉമർ ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. അതുവരെ ഉമർ കൊല്ലാൻ വേണ്ടി ഉം, പോയ ഉമർ ഉം, പിന്നീട് അവിടുന്ന് തിരിച്ചു പോകുന്നത് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടാണ്. അത് ഉം, മനസ്സിലാക്കണം. ഉം, ഈ ഉം. മറിയമ്മിനെ എനിക്ക് ശരിയാവൂല ഇഷ്ടമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്തോ അവനെ താഴെ വിട്ട്, ഇവന്റെ അവനെ ഇറക്കി ഉമ്മച്ചിയെ വിട്ടെ, ഓർക്കാനായിട്ട് ഇവനൊന്ന് താഴെ വിട്ടോട്ടെ അവനെ ദയവേത്. താഴെ താങ്ക്സ്. വിട്. മുഹമ്മദ്, പറഞ്ഞോ നിങ്ങൾ ഇമാരെ മുഹമ്മദ് പറഞ്ഞോ, അലറാതെ മുഹമ്മദ് കൊടുക്കും. പറഞ്ഞോ. ഉം, അല്ല, അപ്പൊ അങ്ങനെയാണ് ഇസ്ലാം മതം സ്വീകരിക്കുക. ഇസ്ലാമിലെ കാര്യങ്ങൾ മുഴുവനായിട്ട് പഠിച്ചാല് ശരിക്കും നിങ്ങൾ മുസ്ലിം ആവും. പിന്നെ ഇപ്പം മറ്റുള്ളവര് ഇതാക്കുന്ന പോലെ എല്ലാരും ഇസ്ലാമിലേക്ക് നിർബന്ധിച്ച് ആരും എടുക്കുന്നില്ലല്ലോ. എടുക്കുന്നുണ്ടോ? ഇല്ല. ഇസ്ലാമിലേക്ക് ഉം, എടുക്കുന്നുണ്ടോ? നിങ്ങൾ വാ എന്ന് പറയുന്നുണ്ട്. നമ്മളെ പ്രബോധനങ്ങൾ നടത്തുന്നു കൃത്യമായിട്ട്. അതിൽ ഉം. വരേണ്ടവര് വരുന്നു, പോവേണ്ടവര് പോകുന്നുണ്ട്. അതൊന്നും നമ്മുടെ അല്ല, ഒരു പ്രശ്നമേ അല്ല. കൃത്യമായിട്ടുള്ള പ്രബോധനമാണ് കേൾക്കേണ്ടത്. ഒന്ന് പറഞ്ഞു തരൂ, ഫാത്തിക ഒന്ന് ഓതിയിട്ട് ഒന്ന് അർത്ഥം ഒന്ന് പറഞ്ഞു തരൂ. കൃത്യമായിട്ടുള്ള പ്രബോധനം താങ്കൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, താങ്കൾ അങ്ങനെ കൃത്യമായ പ്രബോധനത്തിൽ നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അള്ളാഹുവിനെ ദൈവമായിട്ടും മുഹമ്മദിനെ റസൂലായിട്ടും സ്വീകരിച്ചിരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, താങ്കൾ ആ ഫാത്തികയിൽ വെച്ചുകൊണ്ട് ഒന്ന് പ്രബോധനം ഒന്ന് പറഞ്ഞു തരൂ. ഒന്ന് പക്ഷേ പ്രബോധിപ്പിച്ച് എന്റെ തഫ്സീർ ചോദ്യം, അടക്കം. നിങ്ങൾ ഇത് കേട്ടിട്ട് എന്തിനാണ്? അത് കൂടി പറ. എന്തിനാണ് പഠിക്കട്ടെ, നിങ്ങൾ ഇത് ഞാൻ പറഞ്ഞു പഠിക്കട്ടെന്നേ, കേൾക്കുന്നത്? പഠിക്കട്ടെന്നേ. പഠിക്കാനല്ലേ? അതെ, പഠിച്ചിട്ട് എന്തിനാണ്? ഒരു മനുഷ്യന് ഒരു അറിവ് നേടുന്നത് ഏറ്റവും നല്ലതല്ലേ സുഹൃത്തെ? അറിവ് കൊടുക്കണം എന്നാണ് നമ്മൾ ഇത് പഠിപ്പിക്കുന്നത്. അത് തന്നെ. ഇത് മുഹമ്മദ് പഠിച്ചിട്ട് മുഹമ്മദ് എന്തിനാണ്? ആണെങ്കിലും പറഞ്ഞിരിക്കുന്നത് എന്താ? നിങ്ങൾ മുഹമ്മദ് ആ ബുഖാരി എടുത്തൊന്ന് വായിച്ചു നോക്കിയേ. അതിന്റെ അകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? അറിവ് പകർന്നു ഇത്ര കൊടുക്കുക, അറിവ് നേടുകയും ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? അതെ, അറിവ് പകർന്നു കൊടുക്കണം. അത് നല്ല ആ, ആൾക്ക്, അതായത് അത് ദുരുപയോഗം ചെയ്യുന്നവർക്കല്ല അറിവ് പകർന്നു കൊടുക്കേണ്ടത്. അത് അത് ഇവിടെ എന്ത് ദുരുപയോഗം? നിങ്ങൾ പഠിപ്പിക്കൂ, അതൊന്ന് കേൾക്കട്ടെന്നേ. അത് കഴിഞ്ഞാൽ ദുരുപയോഗമാണോ ഇല്ലയോ എന്ന് അറിയുന്നത്. ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് നിങ്ങൾ വിത്ത് വിതയ്ക്കുക എന്ന് പറയുന്നത് എന്താണ്? നല്ല ആശയത്തിൽ നിങ്ങൾ പറയുക എന്നുള്ളത്. അപ്പോഴല്ലേ മുഹമ്മദ് ആണെങ്കിലും ബർക്കത്ത് ബിൻ നൗഫലിന്റെ അടുത്ത് പോയത് എന്തിനാ? അപ്പൊ എന്ന് പറഞ്ഞതുപോലെ താങ്കൾ ഒരു കാര്യം ചെയ്യുന്നു, താങ്കളുടെ ആ ഉപദേശം സത്യസന്ധമായ ഒരു മതവിശ്വാസത്തിലാണ് താങ്കൾ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഫാത്തിക ഒന്ന് ഓതിയിട്ട് ഞങ്ങളെ തഫ്സീർ വെച്ച് ഒന്ന് പഠിപ്പിച്ചു തരൂ, എന്താണ് സംഭവം എന്നുള്ളത്. ഉം ഉം. പക്ഷേ അത് പറഞ്ഞുതരാം, കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഉം. പറഞ്ഞു, നിങ്ങൾ നേരത്തെ ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞത് എനിക്ക് മുസ്ലിം ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് അത് പോവേണ്ട സ്ഥലത്ത് പോയാൽ മുസ്ലിം ആക്കും. നിങ്ങൾക്ക് എന്തൊക്കെ ആ, അറിവാണ് കിട്ടേണ്ടത്? പോവേണ്ട സ്ഥലത്തുണ്ട്.
പക്ഷെ ഇവിടുത്തെ എന്റെ ചോദ്യം എന്ന് പൊന്നു പറഞ്ഞത് സുഹൃത്തെ, പറഞ്ഞ താങ്കൾക്ക് ഇപ്പൊ അള്ളാഹു ഇവിടെ ഒരു താങ്കൾ സിട്ടാവ് ആണ്. നിൽക്കുന്ന, അല്ലെ, ഞാൻ ഒരു കാര്യം ഇവിടെ, താങ്കൾ നിൽക്കുന്ന സത്യസന്ധമായ ഒരു മതത്തിലാണെന്നുണ്ടെങ്കിൽ താങ്കൾ എനിക്ക് ആദ്യമായിട്ട് ഒരു ഉപദേശം ഒന്ന് പറഞ്ഞു തരൂ. ഇതാണ് ഫാത്തിക 1 മുതൽ 7 വരെയുള്ള 1 മുതൽ 7 വരെയുള്ള ആയത്ത്. ഈ ആയത്തിന്റെ അകത്ത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ ആ സംഭവം ഒന്ന് പറഞ്ഞിട്ട് അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞിട്ട് താങ്കൾ ആ തഫ്സീർ ഏതാന്ന് വെച്ചാൽ വെച്ച് ഒന്ന് പഠിപ്പിക്കൂ. താങ്കൾ പറയുന്നത് അറിവ് എനിക്ക് നേടണ്ടേ? ഉം. അല്ലാ പോയോ? ഇല്ല ഇല്ല, ഇവിടെ ഉണ്ട്. താങ്കൾ പഠിപ്പിക്കുന്നത് കേൾക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അല്ല, ഈ റസ്വാൻ പോയാ? അനക്കൊന്നും കേൾക്കുന്നില്ല. മിണ്ടുന്നില്ല. ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ അദ്ദേഹം ഇവിടെ ഉണ്ട്, പഠിപ്പിക്കുന്നത് കൃത്യമായി കേൾക്കാൻ ഇവിടെ വേണ്ടി ഉണ്ട്, ഇരിക്കും. ആശാൻ ഇവിടെ ഉണ്ട്, പക്ഷെ ഒന്നും മിണ്ടുന്നില്ല. പുള്ളി ഇപ്പൊ പഠിപ്പിക്കും, കുഴപ്പമില്ല. ഇതാണ് 12ാം ക്ലാസ് വരെ മദ്രസയിൽ പോയി പഠിച്ച 12ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ച ഏതോ ഒരു പദവി കിട്ടുമല്ലോ അജീഷ് പുത്ര, അതിനെന്താ പറയുന്നത്? ഇവർക്കെന്തോ പട്ടം കിട്ടുമല്ലോ. ലീസിസ്റ്ററെ, അവൻ 12ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാ ഇപ്പം ഉത്തരം മുട്ടി നിൽക്കുന്നത്. ഇല്ലെങ്കിൽ അവൻ എടുത്ത് കഴിയന്നെ. അല്ല, അതിന്റെ ഒരു പേരുണ്ടല്ലോ, ഒരു പട്ടം കിട്ടും അവർക്ക് 12 വരെ. ആലിം, ആലിം. ആലിം. ആലിമാണ്. ഇപ്പൊ ആൽമരമായിട്ട് അവിടെ നിൽക്കുകയാണെന്ന് മാത്രം. അവൻ 12ാം ക്ലാസ് വരെ പഠിച്ചെന്ന് പറഞ്ഞത് നുണയല്ല. അതുകൊണ്ടാണ് ഫാത്തിക ഓതി ക്ലാസ് എടുക്കാൻ പറഞ്ഞപ്പോൾ ഉത്തരം മുട്ടി മുണ്ടാൻ നിൽക്കുന്നത്. എന്ത് ചെയ്യാ അജീഷ് പുത്രേ, കുട്ടി മിണ്ടണില്ല. കുട്ടി അവിടെ ഇരിക്കട്ടെ. കുട്ടി അത് ചിലപ്പം അത് ഈ ഖുറാൻ എടുത്ത് പാരായണം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പായിട്ട് അവർക്ക് ശുദ്ധിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ചിലപ്പോ അതുവെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പുള്ളി അത് ചെയ്യട്ടെന്നേ. വുളു വുളു ഊതു. അഡ്ജസ്റ്റ്മെന്റ് വുദു വർഗീസ് ഒരു ആലിമിന്റെ അവസ്ഥ കണ്ടുള്ള ചിരി വന്നു. അവന്റെ അണ്ണാക്കി പിരി വെട്ടി തോന്നും. ഇനി വെള്ളൂല. അപ്പൊ ഇത് കേട്ടോ. പറ. പരമകാരുണ്യനും കരുണാനിധി. ആദ്യം ഇത് പറയണം അല്ലെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെ പരമകാരുണ്യകനും പറഞ്ഞു വേണം തുടങ്ങാൻ. ബിസ്മില്ലാഹിർ കരുണാനിധിയുമായ റഹ്മാൻ. ബാക്കി അള്ളാഹുവിന്റെ വായിക്കും. നാമത്തിൽ തുടങ്ങുന്നു. വായിച്ചു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതിയും ലോകരക്ഷിതാവുമായ അള്ളാഹുവിനാകുന്നു. അർ റഹ്മാൻ റഹീം. പരമകാരുണ്യനും കരുണാനിധിയും. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനാകുന്നു. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഞങ്ങളെ നീ നേർമാർഗത്തിൽ ചേർക്കണമേ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ.
നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ, കോപത്തിന് ഇരയായവരുടെ മാർഗത്തിൽ അല്ല, പിഴച്ചവരുടെ മാർഗത്തിലുമല്ല. ഉം. അപ്പൊ ഈ കോപത്തിനിരയായവരും പിഴച്ചുപോയവരും ആരാ? എങ്ങനെ? ഈ കോപത്തിനിരയായവരും പിഴച്ചുപോയവരും ആരാ? കോപം ചെയ്യുന്നവരും പിഴച്ചവരും. അതാരാ? തഫ്സീർ എടുത്തോ, ആരാ അത് തഫ്സീർ എടുത്തോ. ചെയ്യുന്നത്? നിങ്ങളല്ലേ പറഞ്ഞ ഖുറാന് തഫ്സീർ വേണം, തഫ്സീർ വെച്ച് വേണം പഠിക്കാനെന്ന്. ആ ഏതെങ്കിലും ഒരു അതെ. അപ്പൊ അടുക്കടുക്ക് പിന്നെ നമ്മളത് പഠിച്ചു, നമ്മളത് പറഞ്ഞു തന്നു. അത് ചെയ്യുന്നവരുണ്ടാവും, ചെയ്യാത്തവരുണ്ടാവും. ചെയ്യാത്തവര് നല്ല അല്ല നല്ല മാർഗത്തിൽ പ്രവർത്തിക്കുന്നു, ചെയ്യുന്നവര് അല്ല തഫ്സീർ തെറ്റായ എടുത്തൊന്ന് പറഞ്ഞു മാർഗത്തിൽ തരൂ. ഈ പ്രവർത്തിക്കുന്നു. കോപത്തിനിരയായവരും പിഴച്ചുപോയവരും ആരെയാണ് ഖുറാൻ പറയുന്നതെന്നുള്ളത് തഫ്സീർ എടുത്തൊന്ന് പറഞ്ഞു തന്നു. ആരെയാണ് പറയുന്നത് പറഞ്ഞാൽ അത് ചെയ്യുന്നവരെ. അത് ബുദ്ധിയില്ലേ, ചോറ് തിന്നുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റൂലേ? ആ രീതിയിലൊക്കെ സംസാരിക്കാതെ, നിങ്ങളൊന്നുമില്ല, ഒരു ചെറുപ്പക്കാരനല്ലേ, അങ്ങനൊക്കെ സംസാരിച്ചു പോകാതെ. ഞാൻ അങ്ങനെ സംസാരിക്കുന്നില്ല. നിങ്ങളുടെ മതം ഇങ്ങനെയാണോ പഠിപ്പിച്ചത് മറ്റുള്ളവരോട് അങ്ങനെ സംസാരിക്കണമെന്ന്? അല്ലല്ലോ. പിന്നെ ഞാൻ എന്റെ രീതിയിൽ തന്നെയല്ലേ സംസാരിച്ചത്. അല്ല, കോപം ചോറ് ചെയ്യുന്നവരാണ്. തിന്നുന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേനും നിങ്ങൾ ചോറല്ലല്ലോ. ഞാൻ ഇനി അത് ഇനിയും വേറെ ഞാൻ കേൾപ്പിക്കും. ഇനി മുഹമ്മദിന്റെ ഒരു കാര്യം അന്വേഷിച്ചു പോയതൊക്കെ ഞാൻ കേൾപ്പിക്കും. വെറുതെ നിങ്ങൾ ആ രീതിയിൽ എന്റെ അടുത്ത് സംസാരിക്കാൻ വരണ്ട കേട്ടോ. മുഹമ്മദ് എന്ത് കാര്യം? എന്റെ പേര് മുഹമ്മദ് ആയോണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ഇത് കണ്ടപ്പോ കേറിയത്. കാരണം എന്റെ അത് പേരിന്റെ ശരിയാണ്. കൂടെ അല്ല, മുഹമ്മദ് എന്ന് കൂടി. നിങ്ങളുടെ പ്രവാചകനായ മുഹമ്മദിന്റെ പല കാര്യങ്ങളും അന്വേഷിച്ചു പോയ സഹാബികളെ പറ്റിയുള്ളത് ഞാൻ കേൾപ്പിക്കുമെന്ന്. വെറുതെ എന്റെ അടുത്ത് അരിയാഹാരം കഴിക്കുന്നു, എന്ത്? അതാണ് ഇതാണെന്നൊന്നും അയ്യോ പറഞ്ഞിട്ട്. അയ്യോ അയ്യോ, അതൊക്കെ വെറും കളവാണ്. മുഹമ്മദ് എന്ന് പറയുന്ന നബി എങ്ങനെ ജീവിച്ചു എന്നുള്ളത് കൃത്യമായി പഠിച്ചതാണ്. നിങ്ങൾ പറഞ്ഞ സംഭവം എന്താണ്? ഫാത്തി ഒന്ന് അർത്ഥം വെക്കാൻ പറഞ്ഞു. അതിലിപ്പം നിങ്ങൾ പറഞ്ഞത് കോപവും വഴിപിഴച്ചവരും. കോപം എന്ന് പറയുന്നത് മറ്റുള്ളവരോട് പിന്നെ മോശമായിട്ട് പെരുമാറുന്നവരെയാണ് നമ്മൾ കോപം എന്ന് പിന്നെ സാധാരണ രീതിയിൽ പറയാ. പിന്നെ വഴിപിഴച്ചവര് എന്ന് പറയുമ്പോ നല്ല രീതിയിൽ ജീവിക്കാത്തവര്. ഇപ്പോ നല്ല രീതിയിൽ അതാരാണെന്നാണ് ജീവിക്കാത്തവര് എന്ന് പറയുമ്പോ തഫ്സീർ വെച്ചുകൊണ്ട് വ്യഭിചരിക്കുന്നവര്. ഇസ്ലാമിക പണ്ഡിതന്മാര് ആരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? എങ്ങനെ? ഇസ്ലാമിക പണ്ഡിതന്മാരുണ്ടല്ലോ, ഇപ്പൊ ഇമാം റാസി, സുയൂത്തി എന്നൊക്കെ പറയുന്ന ഇസ്ലാമിക പണ്ഡിതന്മാരുണ്ടല്ലോ. അവര് ഈ വഴിപിഴച്ചവരും കോപത്തിനിരയായവരും ആരാണെന്നാണ് അവരുടെ തഫ്സീറുകളിൽ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ അത് ചെയ്യുന്നവരെയല്ലേ പിന്നെ അവിടെ എഴുതി വെച്ചിട്ട്, അത് പിന്നെ പ്രത്യേകം ഉണ്ടാവോ? അതുകൊണ്ടല്ലേ അത് അങ്ങനെ എഴുതി വെച്ചത്. കോപം അത് ചെയ്യുന്നവരെ, തന്നെ ചോദിച്ചത്, അത് ആരെ പറ്റിയാണ് എഴുതി ദേഷ്യപ്പെടുന്നവരെ. വെച്ചിരിക്കുന്നത്? താങ്കളല്ലേ പറഞ്ഞത് ഖുറാൻ എടുത്തിട്ട്? ഞാൻ ഒരു ഹദീസ് വായിച്ചപ്പോ താങ്കൾ എല്ലാം പറഞ്ഞു അങ്ങനെ ഖുറാനും കൊടുക്കുക. തഫ്സീറും. അല്ല, അത് അത്ര പോലും തന്നിട്ട് ബാക്കി നമ്മൾ പിന്നെ ഇത് കണ്ടെത്തലല്ലേ. അത് തന്നെ, അത് ഇസ്ലാമിക പണ്ഡിത. താങ്കളല്ലേ പറഞ്ഞ തഫ്സീറുകൾ എടുത്തു വെച്ചിട്ട് വേണം അത് വായിച്ച് മനസ്സിലാക്കാൻ. അപ്പൊ താങ്കൾ ഒരു തഫ്സീർ എടുത്തിട്ട് അതോടെ ഒന്ന് വായിച്ച് കേൾപ്പിച്ചു, ഇത് ആരെ പറ്റിയാ പറയുന്നതെന്നുള്ളത്. അല്ല, തഫ്സീർ വെച്ചിട്ടുള്ള സംഭവമാണല്ലോ നമ്മൾ ഇത് വായിച്ചത്. തഫ്സീർ വെച്ചിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ആ അതായത് തഫ്സീറിനകത്ത് ഇത് ആരെ പറ്റിയാ എഴുതിയിരിക്കുന്നത്? ഒന്ന് മുതൽ അല്ല, 2 മുതൽ ഖുർആൻ നമ്മളെ ഖുർആൻ എടുത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. അതിന്റെ കാര്യം ഖുർആൻ മനഃപ്പാഠമാക്കാൻ വേണ്ടിക്ക് പറഞ്ഞു തരുന്നു. അതായത് അതിങ്ങനെ പഠിച്ച് പഠിച്ച് പോരുന്നു. 7ാം ക്ലാസ് വരെ അത് പഠിപ്പിക്കുന്നു. 7ാം ക്ലാസ് മുതൽ അങ്ങോട്ടേക്കാണ് തഫ്സീർ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത്, അതിന്റെ അർത്ഥങ്ങൾ വെപ്പിക്കുന്നത്. അത് തന്നെ, ആ ആയത്ത് അർത്ഥങ്ങൾ വെച്ച് വായിക്കുന്നു. താങ്കൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഫാത്തിഹയിൽ ഈ 7ന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഈ കോപവും പിഴച്ചുപോയവരും ആരാ? കോപവും പിഴച്ചു പോയവര്, കോപം ചെയ്യുന്നവര്, പിഴച്ചു പോയവര്. പിഴച്ചു പോയവര് അത് എന്ന് തന്നെ, പറയുമ്പോ അത് ആരെ പറ്റിയാണ് വ്യഭിചരിക്കുന്നവര്. തഫ്സീറിന്റെ അകത്ത് അർത്ഥം വെച്ച് പഠിപ്പിച്ചിരിക്കുന്നത്? അതെ, തഫ്സീറിനകത്ത് പിന്നെ ഇതിനെക്കാട്ടി പിന്നെ കൂടുതൽ അർത്ഥം വെച്ച് പഠിപ്പിക്കുക. ഇതന്നെയല്ല അർത്ഥം. അർത്ഥം പറയൽ തന്നെയാണ് തഫ്സീർ എന്ന് പറയുന്നത്. എന്താണ്? ആ ആയത്ത് വെക്കുന്നു, അതിന്റെ അർത്ഥം വെക്കുന്നു. അതിൽ ആ ഇത്ര പോരാണ് അർത്ഥം ഉള്ളത്. അതാണ് ഞാൻ ഈ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. കോപത്തിനിരയായ ഒരു യഹൂദികളാണെന്ന് പറയുന്നുണ്ട്, ശരിയാണോ? ഹൂതികളോ? യഹൂദികൾ യഹൂദികള്. ഓക്കെ. ആണോ? സമ്മതിച്ചോ? യഹൂദികള് പിന്നെ കോപത്തിന് കോപം എന്ന് പറഞ്ഞാൽ നമ്മ ഇപ്പൊ നോർമലായിട്ട് പറയും. അത് ഞാൻ നിങ്ങൾക്ക് നോർമലായിട്ട് പറഞ്ഞു തന്നെയാണ്. ചിലപ്പോ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും, അള്ളാഹുവിന്റെ ഇത് പുറത്തേക്ക് വിടുന്നുണ്ട്. കോപത്തിനിരയായവരാണ് യഹൂദികൾ എന്നാണ് ഈ കോപത്തിനിരയായവരെ പറ്റി പറയുന്നത്. താങ്കൾ അത് സമ്മതിക്കുന്നുണ്ടോ? ഏതില് പറയുന്നത്? ഈ തഫ്സീറുകളിലൊക്കെ പറയുന്നത് ശരിയാണോ അത്? നിങ്ങൾക്ക് എടുത്ത തഫ്സീർ ഇട്ടണ്ടേ? ഇമാൻ നിങ്ങളെവിടെ റാസി ഈ എന്ന് പറയുന്ന തഫ്സീർ ആളിനെ അറിയോ? വെച്ച്? ഇമാൻ റാസി എന്ന് പറയുന്ന ആളിനെ അറിയോ? ഈ കൊറേ സമയമല്ലേ ഇമാം റാഫിനെയൊക്കെ പറയുന്നത്? ഇമാൻ റാസി അറിയത്തില്ല? ഇമാം റാഫിനെ നമ്മളെ പഠിപ്പിക്കുന്നില്ലല്ലോ.
എന്റെ പൊന്നേ. ഇമാം ഫക്രുദ്ദീൻ അൽ റാസി അറിയോ? ഓക്കെ, ഇമാം ഫക്രുദ്ദി അൽ റാസി. ഓക്കെ അറിയാവോ? ഓക്കെ, അതാരാ? അത് നമ്മൾ ഇതിനകത്ത് പറയുന്നവര്. അത് കൂടുതലായിട്ടൊന്നും നിങ്ങള് എന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് ചോദിക്കാനല്ലേ ചോദിക്ക്. അത് തന്നെ, ഇമാം ഫക്രുദ്ദീൻ അൽ റാസി കോപം ആരാ? അല്ല, അങ്ങനെയല്ല. കോപം അതുപോലെ വെടിവെച്ചവര്, അത് നോർമലായിട്ട് ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന തെറ്റും കാര്യങ്ങളും ചെയ്യുന്നവരെയാണ് വെടിവെച്ചവര് എന്ന് പറയാ. നല്ല രീതിയിൽ ജീവിക്കാത്തവരെ. ജീവിക്കാത്തവരെ. ഓക്കെ ആണല്ലോ. കോപം എന്ന് ഉദ്ദേശിക്കുന്നത് ദേഷ്യപ്പെട്ട് എല്ലാരോടും ഭയങ്കരമായിട്ട് എന്താ പറയാ ദേഷ്യപ്പെട്ട് ഇതാക്കിയൊക്കെ സംസാരിക്കും. കോപം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എന്താണോ ഓടിയെത്തുന്നത് അതിനെയാണ് കോപം എന്ന് പറയാൻ. അതിന് പിന്നെ പ്രത്യേകിച്ച് ആൾക്കാരെ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് അപ്പൊ ഞാൻ മനസ്സിലാക്കിയതും കോപിക്കുന്നവരുടെ ഞാൻ കൂട്ടത്തിൽ വിശ്വസിക്കുന്ന അല്ല, എനിക്ക് പറഞ്ഞു തന്നതും. ശരി, കോപിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തരുത് എന്ന് പറയുമ്പോഴത്തേനും കോപിക്കുന്ന ആരാണേലും അവരുടെ കൂട്ടത്തിൽ പെടുത്താൻ പാടില്ല. ശരിയല്ലേ? എങ്ങനെ? കോപിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തരുത് എന്നല്ലേ പറയുന്നത് അവിടെ? കോപത്തിനിരയായവർ എന്ന് വെച്ചാൽ താങ്കൾ പറയുന്നത് കോപിക്കുന്നവരാരാണോ അവരുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ പാടില്ല എന്നുള്ളതല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ. അപ്പൊ മുഹമ്മദ് കോപിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ പിന്നെന്തിനാ താങ്കൾ മുഹമ്മദിന്റെ കൂട്ടത്തിൽ നിൽക്കുന്നത്? മുഹമ്മദ് കോപിച്ചിട്ടുണ്ടോ? മുഹമ്മദ് കോപിച്ചിട്ടില്ലല്ലോ. മുഹമ്മദ് ആര് കോപിച്ചിട്ടില്ല, പറഞ്ഞു? കൊന്നിട്ടില്ല. സൊഹീഹുൽ ബുഖാരി വോളിയം 1 ഹദീസ് നമ്പർ 91. സയ്യിദ് ഇബ്നു ഖാലിദ് നിവേദനം: ഒരു മനുഷ്യൻ വന്ന് നബിയോട് വീണ് കിടന്ന സാധനത്തെ കുറിച്ച് ചോദിച്ചു. തിരുമേനി അരുളി, നീ അതിന്റെ കെട്ട് അല്ലെങ്കിൽ പാത്രവും മൂടിയും സഞ്ചിയും സൂക്ഷിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് 1 കൊല്ലം അത് പരസ്യപ്പെടുത്തുക. എന്നിട്ട് ഉടമസ്ഥൻ വന്നില്ലെങ്കിൽ നിനക്കത് ഉപയോഗിക്കാം. പിന്നീട് ഉടമസ്ഥൻ വന്നാലോ അപ്പോൾ അത് അയാൾക്ക് കൊടുക്കുക. അപ്പോൾ അയാൾ നബിയോട് ചോദിച്ചു, ഒട്ടകമാണ് കളഞ്ഞു കിട്ടിയതെങ്കിലോ? ഇത് കേട്ട് തിരുമേനിക്ക് കോപം വന്നു. അവിടുത്തെ 2 കവിൾത്തടവും അല്ലെങ്കിൽ മുഖം ചുവന്നു തുടുത്തു. തിരുമേനി അരുളി, നിനക്കെന്താണ് അതിനെ പിടിക്കേണ്ട കാര്യം? അതിൽ വെള്ളപ്പാത്രവും അതിന്റെ ചെരുപ്പും അതിനോടുകൂടെ തന്നെ ഉണ്ടല്ലോ. അത് ജലാശയത്തെങ്കിൽ ചെല്ലുകയും ചെടികൾ മേഞ്ഞു തിന്നുകയും ചെയ്യും. അതിനാൽ നീ അതിനെ വിട്ടേക്കുക. ശരിക്കും ഇത് എവിടെ നോക്കിയിട്ടാണ് പറയുന്നത്? ബുഖാരി പുസ്തകത്തിന്റെ അകത്ത്. ഗൂഗിളിലാണോ? അല്ല, സൊഹീഹുൽ ബുഖാരി 1080 രൂപ കൊടുത്തിട്ട് പുസ്തകം മേടിച്ച് കൈവച്ചിട്ടുണ്ട്. പറയുമ്പോ ഓരോ ഹദീസുകൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങളെക്കാൾ കൂടുതൽ ഈ സാധനങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന്. ഇനി അടുത്തതൂടെ കേട്ടോ. സൊഹീഹുൽ ബുഖാരി വോളിയം 1 ഹദീസ് നമ്പർ 92. അബൂ മൂസ നിവേദനം: അദ്ദേഹം പറഞ്ഞു, കുറെ കാര്യങ്ങളെ കുറിച്ച് തിരുമേനിയോട് ചോദിക്കപ്പെട്ടു. തിരുമേനിക്ക് ഇഷ്ടമായില്ല. ചോദ്യം വളരെ അധികമായപ്പോൾ തിരുമേനിക്ക് കോപം വന്നു. എന്നിട്ട് ജനങ്ങളോട് അരുളി, നിങ്ങൾ ഇഷ്ടമുള്ളതെല്ലാം ചോദിച്ചു കൊള്ളുക. അപ്പോ ഒരാൾ ചോദിച്ചു, എന്റെ പിതാവ് ആരാണ്? തിരുമേനി അരുളി, നിന്റെ പിതാവ് ഉദാഫത്താണ്. അപ്പോൾ വേറൊരാൾ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, ദൈവദൂതരെ, എന്റെ പിതാവ് ആരാണ്? തിരുമേനി അരുളി, നിന്റെ പിതാവ് സാലിമാണ്, സൈബത്തിന്റെ മോചിതനായ അടിമ. ഒടുവിൽ തിരുമേനിയുടെ മുഖത്ത് പ്രത്യക്ഷപ്പെട്ട കോപം കണ്ടിട്ട് ഉമർ പറഞ്ഞു, ദൈവദൂതരെ, ഞങ്ങൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്നു. സൊഹീഹുൽ ബുഖാരി വോളിയം 1 ഹദീസ് നമ്പർ 92. ഇനിയും വേണോ? മുഹമ്മദ് കോപിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുഹമ്മദ് പ്രാകുന്നതും എല്ലാം ബാക്കിയുള്ളവർക്ക് എന്താണ് അനുഗ്രഹമാക്കണേന്നും പറഞ്ഞു മുഹമ്മദ് ഇത് ചൊല്ലിയത് കേൾക്കണോ? അതും തരാം. അപ്പൊ നിങ്ങളെ ചോദ്യം എന്തായിരുന്നു? ഓക്കെ, മുഹമ്മദ് കോപിച്ചു എന്നുള്ളത് ഞാൻ സമ്മതിച്ചു. ഇപ്പൊ നമ്മളെ നബിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പഠിക്കുമ്പോൾ ചിലപ്പോ സമ്മതിക്കേണ്ടി വരും, ചിലത് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. സമ്മതിച്ചേ ഇത് പറ്റത്തുള്ളൂ. താങ്കളല്ലേ ശരിക്കും പറഞ്ഞു പുറത്തേക്ക് കോപിച്ചിട്ടില്ല, വരുന്നുണ്ടോ? കൊന്നിട്ടില്ല. ഇപ്പൊ കോപിച്ചു എന്നുള്ളത് സമ്മതിച്ചില്ലേ? ഇനിയും കൊന്നത് വേണോ? ഇനി മുഹമ്മദ് കൊന്നതോ? പാപം ചെയ്തത് വേണോ? മുഹമ്മദ് പാപിയാണെന്നുള്ളത് വേണോ? കൊല്ലല് എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്തിനല്ലോ, അപ്പൊ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ടാവും. അതായിരിക്കും അല്ല, പറയുന്നത്. മുഹമ്മദ് പാപം ചെയ്തിട്ടുണ്ടോ? പാപം കാക്കണേ. അതല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. മുഹമ്മദ് പാപം ചെയ്തിട്ടുണ്ടോ? പഠിച്ചോനെ ക്ഷമ തരണേ. എന്തിനാ ക്ഷമ തരേണ്ട കാര്യം? മുഹമ്മദ് പറയുന്നുണ്ടല്ലോ പുള്ളി പാപം ചെയ്തിട്ടുണ്ടെന്ന്. ചെയ്തിട്ടുണ്ടല്ലോ. ഉണ്ട്. എന്തായിരുന്നു പുള്ളി ചെയ്ത പാപം? നിങ്ങൾ പാവം ചെയ്യാറില്ലേ?
നിങ്ങൾ പറഞ്ഞല്ലോ മുഹമ്മദിൽ ഉത്തമ മാതൃകയുണ്ട്, ഇതെല്ലാം ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. ഇപ്പൊ പാപം മുഹമ്മദ് പാപം ചെയ്യാറുണ്ടോ? ചെയ്തിട്ടുണ്ടോ? അല്ല, നിങ്ങൾ പാപം ചെയ്യാറുണ്ടോ? എന്റെ ചിന്തകളിൽ വിചാരങ്ങളിലൊക്കെ പാപം വരാറുണ്ട്. ഞാൻ അത് ദൈവത്തോട് ഏറ്റു പറയാറുണ്ട്. ആ അപ്പോ ഈ പാപം, കോപം, പിന്നെ അതിലൊന്നും പെടാൻ പാടില്ല എന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. പക്ഷെ അതുപോലെ തന്നെ പടച്ചോൻ നമുക്ക് തന്ന വലിയൊരു സൗഭാഗ്യമുണ്ട്. എന്താന്ന് ഇല്ല പറഞ്ഞാല് ഞാൻ മുഹമ്മദിന്റെ കാര്യം ചോദിച്ചാ, മുഹമ്മദ് പാപം അതെ ചെയ്തിട്ടുണ്ടോ? അതെ മുഹമ്മദ് ഇത് ഈ ഓഡിയോ ഒക്കെ പുറത്തു വിടുന്നുണ്ടോ? ഏ ഇത് ഈ ക്ലബ് ഹൗസ് ക്ലബ് അല്ലേ ഹൗസിൽ സുഹൃത്തെ? നടക്കുന്ന ചർച്ചകൾ ഇതൊക്കെ ക്ലബ് പുറത്തു ഹൗസ് അല്ലേ? വിടുന്നതാണോ? താങ്കൾ സംസാരിച്ചോളൂ. ഇത് അല്ല പുറത്ത് വിട്ടിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? പറ. അല്ല മുഹമ്മദ് ആ പാപിയാണോ? അല്ല ഒരാളിൽ നിന്ന് കിട്ടുന്ന അറിവ് അതെങ്ങനെയൊക്കെ ഇപ്പൊ ഇസ്ലാമിനെ എതിരെ പ്രവർത്തിക്കുന്നവരാണ് കൂടുതൽ ആൾക്കാരും. ഇന്നത്തെ കാലത്ത് കൂടുതലും ഇസ്ലാമിനെതിരെയാണ് ഇത് നിങ്ങളുടെ കയ്യിലിരിപ്പ് ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. കൊണ്ടാണെന്ന് അങ്ങ് ചിന്തിച്ചാൽ മതി. ഞാൻ അയ്യോ, ചോദിച്ചതിന് മറുപടി കയ്യിലിരിപ്പ് തരും. കൊണ്ടല്ല, കയ്യിലിരിപ്പ് കൊണ്ടല്ല. എല്ലാ ആൾക്കാരും പറയുന്നത് പഴയ കാലത്ത് ഇന്നും ഇസ്ലാമിന്റെ നിയമങ്ങളും കാര്യങ്ങളും ജീവിച്ചു പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇസ്ലാം എത്രത്തോളം കാലം ഇവിടെ ഉണ്ടാകും. മരണം വരെ ഇസ്ലാം നമ്മളെയൊക്കെ മരണം വരെ അതുണ്ടാവും, അതൊക്കെ എന്തായാലും ഉറപ്പുള്ള ഉണ്ടാകും. കാര്യമാണ്. ദൈവത്തിന്റെ ആൾക്കാരുണ്ടെങ്കിൽ അതൊക്കെ പിശാചിന്റെ ഉറപ്പ്. ആൾക്കാരുണ്ട്. അല്ല, ഇതൊന്ന് പറഞ്ഞേ, ഈ മുഹമ്മദ് ഇതിനേക്കാൾ കൂടുതൽ പാപിയാണോ? ചെയ്യും. ഏഹ് മുഹമ്മദ് പാപിയാണോ? പാപം ചെയ്തിട്ടുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഉം. ഞാൻ ഈ സംഭവം പറഞ്ഞു തീർക്കട്ടെ. അപ്പോ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാല് എന്തിനാണ് ഇസ്ലാമിനെതിരെ എല്ലാവരും നീങ്ങുന്നതെന്ന് പറഞ്ഞാല്, ഇപ്പൊ ഉദാഹരണത്തിന് പെണ്ണുങ്ങൾക്ക് തീരെ സ്വാതന്ത്ര്യം ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഉം. ഇസ്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട് പെണ്ണുങ്ങൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഉം ഉണ്ടോ? പിന്നെ മുഖം മാറ്റി മറക്കാൻ പറയൂ. പാടില്ല ഇനി എന്ന് പറഞ്ഞിട്ട് മാറ്റി ഒരു പറയോ? സമരം വന്നിട്ടുണ്ട്. ഏഹ് സ്ത്രീകൾക്കുള്ള ഇസ്ലാമിലെ സ്വാതന്ത്ര്യത്തെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം. മാറ്റി പറയൂ ഇനി. എങ്ങനെ? ഹദീസുകൾ വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞു അല്ല, തരാം. ഞാൻ എന്റേതായ ഒരു അറിവ് പറഞ്ഞത്. നിങ്ങൾ കുറെ ഹദീസും കാര്യമൊന്നും വായിക്കുക. പൊതുവെ അറിയുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതിൽ വന്ന പാഴപ്പിഴവുകളും ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഉം. അല്ല ഏഹ് അതല്ലല്ലോ ഇപ്പൊ നമ്മുടെ വിഷയം. അല്ല, മുഹമ്മദ് പാപിയാണോ എന്നുള്ളതാണ്. മുഹമ്മദ് പാപിയാണോ? മുഹമ്മദ് പാവിയാണ്, അത് അവിടെ നിൽക്കട്ടെ, നമുക്ക് ഇതിലേക്ക് കടക്കാം. അല്ല. ആദ്യം താങ്കൾ ഓരോ വിഷയത്തിൽ നിന്ന് ചാടി ചാടി പോയിട്ട് കാര്യം. മുഹമ്മദ് പാപിയാണോ അല്ലയോ? ഒന്നാമത് എന്താന്ന് പറഞ്ഞാല് അത് ഞാൻ നേരത്തെ മുഹമ്മദ് പറഞ്ഞത് എന്റെ കൂടെ മുതുപാപിയാണെന്നല്ലേ പിന്നെന്തിനാ ചോദിക്കുന്നത്? അല്ല മുഹമ്മദേ അങ്ങനെ തറപ്പിച്ച് പറയണ്ട. ഏഹ് എന്താന്ന് വെച്ചാല് തറപ്പിച്ച് തന്നെ എന്റെ പറയുന്നത്. പേരിന്റെ കൂടെ മുഹമ്മദ് പോലും മുഹമ്മദ് എന്ന് ഇടാൻ അല്ല എന്താണ് കാരണം? മുഹമ്മദ് അത് മുതുപാപിയാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. താങ്കളുടെ പേരിന്റെ ഫ്രണ്ടില് മുഹമ്മദ് എന്നോ അല്ലെങ്കിൽ മറ്റുള്ള എന്ത് വേണേലും ഇട്ടോ. എന്റെ ചോദ്യം അതിൽ തങ്ങളുടെ ഇട്ടുള്ളത് പ്രവാചകനായ കൊണ്ടാണ്. മുഹമ്മദ് പാപിയാണോ ഇല്ലയോ എന്നുള്ളതാ. അല്ല. അല്ല. ഉം. ഞാനൊരു ഹദീസ് വായിക്കാം, ശ്രദ്ധിച്ചു കേട്ടോണം കേട്ടോ. പക്ഷെ സ്വഹീഹ് നിങ്ങൾ ബുഖാരി. വായിക്കുന്ന ഹദീസൊക്കെ തെറ്റാണെന്ന് ഞാൻ പ്രതികരിക്കുന്നു. ഞാൻ അല്ല, പറയുന്നത് നിങ്ങൾ വായിക്കുന്ന ഹദീസ്. ഇല്ല, പ്രതികരണം അവിടെ നിൽക്കട്ടെ. ഞാനിത് മേടിച്ചത് നിങ്ങളുടെ പൊന്നാനിയിലുള്ള അതിന്റെ ഫ്രണ്ടിൽ ഒരു ബുക്ക് സ്റ്റാൾ ഉണ്ട് സുന്നികളുടെ. അതിന്റെ ഫ്രണ്ടിൽ നിന്നും ഇതൊക്കെ കാന്തപുരം അബൂബക്കർ കളവാണ്. മുസ്ലിയാർ. നിക്ക് ആ പറയുന്ന കേക്ക്. പോയി. അതാണ് ആ വെറുതെ അല്ല ഈ ഹദീസ് വായിക്കുന്ന സമയത്തെ കുറെ പേര് ആ കിട്ടാത്തത്. സംഭവം ഞാൻ ഇങ്ങനെ ആ ചിന്തിക്കാണ്, ഇതെന്താണ് ആ സംഭവം. ആ ആ അപ്പോ അതൊക്കെ ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, ആ പിന്നെ ഇപ്പൊ ഉണ്ടല്ലോ, എനിക്ക് നിങ്ങളോട് ഭയങ്കര ദേഷ്യമുണ്ടെന്ന് വിചാരിക്കും. ആ നമ്മള് തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. അതല്ല ഉദാഹരണം പറയുന്നത്, നിക്ക് ഈ മുഹമ്മദ് പാപിയാണോ എന്നുള്ളത് പറ. അല്ല ഇത് ഉദാഹരണം പറയുന്നതാണ്, ഒരു എക്സാമ്പിൾ പറഞ്ഞു തരുന്നതാണ്. എനിക്ക് നിങ്ങളോട് ഉം. ഭയങ്കര ദേഷ്യം. അപ്പൊ ഉണ്ട്, നല്ല ഞാൻ കാര്യം അത്. നിങ്ങളോട് നിങ്ങൾ ഉം. പറയുന്ന ഒരു കാര്യം ഞാൻ അംഗീകരിക്കൂല. ഉം. നിങ്ങളോട് ഉം. ഭയങ്കര ദേഷ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യം ഒന്നും അംഗീകരിക്കൂല. അതുകൊണ്ട് ഉം. പിന്നെ ഞാനൊരു ഒരു നല്ലൊരു മുസ്ലിമാണ്. ഉം. എന്നാൽ എന്തല്ല, മുഅ്മിനല്ല. ഉം. മുസ്ലിമാണ്. മുഹമ്മദ് നല്ല മുസ്ലിം അല്ലായിരുന്നോ? മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്, നമുക്കല്ല, നല്ലൊരു നിങ്ങൾക്ക്. മുസ്ലിമാണ്. ഉം. മുസ്ലിം എന്ന് ആ മാത്രമല്ല, ആ അതിനപ്പുറത്തേക്ക് നമ്മളൊരു നല്ല നേതാവാണ്. ഇന്നത്തെ പിണറായിനെയൊക്കെ നിങ്ങളുടെ മാറ്റി മുസ്ലിങ്ങളുടെ നിർത്തണം. നല്ലൊരു നേതാവാണ്. ഏറ്റവും നല്ല അവസാനത്തെ അന്ത്യപ്രവാചകനാണ്. സകലതും സൃഷ്ടിക്കുന്നതിന് മുമ്പേ അള്ളാഹു തന്റെ സിംഹാസനത്തിൽ മുഹമ്മദ് നബിയുടെ പേരെഴുതി വെച്ചിട്ടുണ്ട് എന്ന് വേണ്ട സകല കാര്യങ്ങളും ഉണ്ട്. ശരിയല്ലേ? മുഹമ്മദ് നബിയുടെ മുഖത്തെ വെളിച്ചം ആ ദേശത്ത് മദീനയിലും മക്കയിലും സൂര്യനേക്കാൾ പൂർണ്ണനിലാവ് പോലെ ഉദിച്ചു നിന്നിരുന്നു. ഇതെല്ലാം ശരിയാണല്ലോ. എന്റെ ചോദ്യം, മുഹമ്മദ് പാവിയാണോ?
അല്ല അല്ല. അല്ല. സ്വഹീഹുൽ ബുഖാരി അധ്യായം 80 ഹദീസ് നമ്പർ നിങ്ങൾ അത് വായിക്കണ്ട, 2083. അത് വായിക്കണ്ട. ഞാൻ കുറ്റകൃത്യങ്ങളിൽ നിന്നും പറഞ്ഞല്ലോ കടത്തിൽ നേരത്തെ, നിന്നും തെറ്റാണ്. കാവൽ. എന്റെ പൊന്നു മോനെ അവിടെ മൈക്ക് മ്യൂട്ട് ചെയ്യ്. ആ എന്തിനാ വിഷമിക്കുന്ന? അവിടെ നിക്കേ. അല്ല, നിങ്ങൾ ആയിഷയിൽ വായിക്കണ്ട, നിന്ന് നിങ്ങൾ നിവേദനം വായിക്കുന്ന. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് നിക്കാഹ് ചെയ്ത 6 വയസ്സുള്ള ആയിഷയിൽ നിന്ന് നിവേദനം. നബി ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പ്രാർത്ഥന പഠിപ്പിച്ചു എന്നല്ല കേട്ടോ, പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അല്ലാഹുവേ, ആ അലസതയിൽ നിന്നും മിണ്ടായിരിക്കല്ലേ പറഞ്ഞേ? വാർദ്ധക്യത്തിൽ നിന്നും അല്ല, അവനോട് അവിടെ മിണ്ടായിരിക്കല്ലേ പറഞ്ഞു? ഒരാളൊരു മിണ്ടാതിരിക്കേ. വാക്യം വായിക്കുന്നതിന് ഇടയ്ക്ക് കിടന്ന് വർത്താനം പറയുന്നത് എന്തിനാ? പറയൂ, അത് തന്നെ. നബിനെ കുറിച്ച് പറയൂ, ആ പറയൂ. ആയിഷയിൽ നിന്ന് നബി നീ ഇങ്ങനെ മിണ്ടായിരിക്കവിടെ, പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. മിണ്ടായിരിക്കവിടെ. അല്ല, പറയൂ, പറയൂ. മുഹമ്മദ് ഒരാൾ ആയത്ത് കാര്യം എത്രയെന്ന് വർത്താനം പറയൂ. പറയല്ലേ? അവിടെ മൈക്ക് മ്യൂട്ട് ചെയ്ത് അവിടെ ഇരിക്കൂ. ഈ ഹദീസ് കേൾക്കൂ, പഠിക്കൂ. ആയിഷയിൽ നിന്ന് നബി ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അവനിപ്പോ ചാടാനുള്ള അല്ലാഹുവേ, പരിപാടിയാ. എന്ത് പൊട്ടത്തരം വിളിച്ചു പറയുന്നത്? അത് തന്നെ അവിടെ ഇരിക്കട്ടെ. എന്ത് അലസതയിൽ പൊട്ടത്തരം? നിന്നും വാർദ്ധക്യത്തിൽ നിന്നും നിങ്ങൾ എന്ത് കുറ്റകൃത്യം, പൊട്ടത്തരം കടം വിളിച്ചു പറയും? എന്നിവയിൽ നിന്നും ഖബറിലെ പരീക്ഷണത്തിൽ നിന്നും ഖബറിലെ ശിക്ഷയിൽ നിന്നും എന്നിട്ട് നരക പരീക്ഷണം, ആ, നരക ശിക്ഷ എന്നിവയിൽ നിന്നും എന്നിട്ട് ക്ഷേമത്താലുള്ള എന്നിട്ട് പരീക്ഷണത്തിൽ നിന്നും ആ, ഞാൻ നിന്നിൽ അഭയം തേടുന്നു. എന്നിട്ട് ദാരിദ്ര്യത്തിന്റെ ആ, പരീക്ഷണങ്ങളിൽ എന്നിട്ട് നിന്നും മസീഹുജ്ജാലിന്റെ എന്നിട്ട് പരീക്ഷണങ്ങളിൽ നിന്നും ഉം, ഞാൻ നിന്നോട് കാവൽ തേടുന്നു. അല്ലാഹുവേ, മഞ്ഞുകൊണ്ടും തണുത്ത വെള്ളം കൊണ്ടും എന്റെ പാപങ്ങളെ എന്നിൽ നിന്നും കഴുകിക്കളയണേ. അഴുക്കുകളിൽ നിന്നും വെള്ളവസ്ത്രത്തെ നീ ശുദ്ധിയാക്കും പോലെ ദോഷങ്ങളിൽ നിന്ന് എന്റെ ഹൃദയത്തെ നീ ശുദ്ധിയാക്കണേ. കിഴക്കിനും പടിഞ്ഞാറിനുമിടയിൽ നീ അകലമുണ്ടാക്കിയ പോലെ എനിക്കും എന്റെ പാപങ്ങൾക്കുമിടയിൽ നീ അകലമുണ്ടാക്കണേ. സ്വഹീഹുൽ ബുഖാരി അധ്യായം 80 ഹദീസ് നമ്പർ 2083, പേജ് 867. ഇനി അപ്പൊ അടുത്ത ഒരെണ്ണം കൂടെ അജീഷെ കേട്ടോ. അജീഷെ അപ്പൊ മുതുഭാവിയാ, വെറും ഭാവിയല്ല. ആ ഇനി മനഃപൂർവ്വം ചെയ്ത കാര്യങ്ങളെ പറ്റിയും ഈ മുഹമ്മദ് പറയുന്നുണ്ട്. സ്വഹീഹുൽ ബുഖാരി അധ്യായം 80 ഹദീസ് നമ്പർ 2085, പേജ് 867. അള്ളാഹുവെ പുറത്തു തരണേ എന്നാണ് ഹെഡിങ് തന്നെ കൊടുത്തിരിക്കുന്നത്. അബൂ മുസൽ അശ്വരിയിൽ നിന്ന് റസൂൽ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അള്ളാഹുവെ, എന്റെ ദോഷങ്ങളും അറിവില്ലായ്മയും എന്റെ കാര്യങ്ങളിലെ പരിധിവിടലും എന്നേക്കാൾ നീ അറിയുന്നതുമെല്ലാം എനിക്ക് പുറത്തു തരണമേ. അള്ളാഹുവേ, എന്നിൽ നിന്ന് കളിയായും കാര്യമായും ഉണ്ടായവയും പിഴച്ചും മനഃപൂർവ്വം ചെയ്തതും എനിക്ക് പുറത്തു തരണേ. അതെല്ലാം എന്നിൽ നിന്നും ഉണ്ടായതാണ്. അപ്പം ദേ കിടക്കുന്നു പണിവാളി. ഇനി അടുത്തതൂടെ തരാം. അജീഷ് ബ്രദറെ, ഖുറാനിൽ നിന്ന് വല്ലതും കൊടുക്കുക അജീഷ് ബ്രദറെ. ഇത് ആ പുള്ളി അതെ അതെ, ഞാനും ഖുറാനിലൂടെ അതാ പറയാൻ കൊടുക്കുന്നില്ല, വന്നത്. ഖുറാനിൽ നിന്നും കൊടുക്കുക. ഖുറാനിലൂടെ ഖുറാനും കൂടെ തരാം. ദേ കൊടുക്കണം. കേട്ടോ. ആ 47:19. നിന്റെ പാപത്തിന് നീ പാപമോചനം തേടുക, സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും വേണ്ടിയും. എന്ത് പാപമോചനം തേടാൻ പറഞ്ഞിരിക്കുക. 48:2. നിന്റെ പാപത്തിന് മുമ്പ് കഴിഞ്ഞുപോയതും പിന്നീട് ഉണ്ടാകുന്നതും അള്ളാഹു നിനക്ക് പുറത്തു തരുന്നതിന് വേണ്ടിയും. 48:2 പോയി വായിച്ചോണേ. നീ 4:106. അള്ളാഹുവോട് പാപമോചനം തേടുക, തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. ഇനി ഈ ആയത്തുകൾക്കെല്ലാം വലിപ്പമുണ്ട്. ഇത് ഞാൻ അത്രയും ഭാഗമായിട്ട് പറയുകയാണ്. ഇന്ന് മൊത്തം നബിയേന്നും പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ഇനി 73:20. നീയും നിന്റെ കൂടെയുള്ളവരിൽ ഒരു വിഭാഗവും നിങ്ങൾ അള്ളാഹുവോട് പാപമോചനം തേടുകയും ചെയ്യുക. ഈ 40:55. നിന്റെ പാപത്തിന് നീ മാപ്പ് തേടുകയും വൈകുന്നേരവും രാവിലെ നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതിനോടൊപ്പം പ്രകീർത്തിക്കുകയും ചെയ്യുക. നീ 6:31. നിന്നിൽ നിന്ന് നിന്റെ ആ ഭാരം നാം ഇറക്കി വെക്കുകയും ചെയ്തു. നിന്റെ മുതുകിനെ ഞെരിച്ചു കളഞ്ഞതായ ഭാരം. 94:2-3 മുതുകിനെ ഞെരുക്കുന്ന ഭാരം പാപമാണെന്ന് 6:31 പറഞ്ഞിട്ടുണ്ട്. ഇനി 9:43 എഴുതി വെച്ചിരിക്കുകയാണ്, നബിയേ, നിനക്ക് അള്ളാഹു മാപ്പ് നൽകിയിരിക്കുന്നു. ഇനി 9:117. നബിയുടെയും മുഹാജിറുകൾ, അൻസാറുകൾ എന്നിവരുടെ മേൽ അള്ളാഹു മാപ്പരുളുക തന്നെ ചെയ്തിരിക്കുന്നു. പോയാള്. ഇനി വേണോ മോനെ? മുഹമ്മദ് പാപിയാണോന്ന് ഒന്ന് വെറുതെ ഒന്ന് പറഞ്ഞുതരാം. ബാ കേറി വാ. പോയാ? പുള്ളി പോയി. പോയതാണ്. മുഹമ്മദ് തിരിച്ചു വരുമോ? മുഹമ്മദേ, ഇങ്ങനൊക്കെ പറയാവോ മുഹമ്മദേ നമുക്ക്? തിരിച്ചു വരൂ. താഴെ ഇവിടെ ഇരിപ്പില്ലല്ലോ, പോയെന്ന് തോന്നല്ലേ?
ആ. അല്ല, പുള്ളിക്കാരൻ ചോദിച്ചായിരുന്നു ഇത് ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോന്ന്, അതായത് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ അത്. നല്ല നല്ല തമാശായിരുന്നു. അല്ല, യൂട്യൂബിനകത്ത് ഏതാണ്ട് 144 പേര് കേൾക്കുന്നുണ്ട്. സൗരന്മാരെ, നിങ്ങളെല്ലാവരും യൂട്യൂബിനകത്ത് ലൈക്ക് ചെയ്യുക പ്ലീസ്. യൂട്യൂബിനകത്ത് 144 പേര് കേൾക്കുന്നുണ്ട്, ഇവിടെ ഏതാണ്ട് 80 പേര് കേൾക്കുന്നുണ്ട്. അപ്പൊ പിന്നെ റെക്കോർഡ് ആവുന്നുണ്ടല്ലോ. എന്നെ പഠിപ്പിക്കാൻ വന്ന ആളാണ്. മുഹമ്മദ് റസ്വാനെ ഒന്ന് വന്നേ, ഞാന് ഇസ്ലാം പുൽകാൻ നിക്കാ. ഇനി അവിടെ വരെ പോണോ അതോ ഇവിടെ കൊണ്ട് നിർത്തിയാ മതിയോ? കാലിലെ മന്ത് മാറ്റി തരണേന്ന് പ്രാർത്ഥിച്ചൊക്കെ ഓർമ്മയുണ്ട്. മന്ത് രോഗത്തിൽ നിന്ന് രക്ഷിക്കണേ. അല്ല, വയറുവേദനയിൽ നിന്നും അലസതയിൽ നിന്നും ഒക്കെ പറയുന്നുണ്ട് അജീഷ് ബ്രദറെ. മുഹമ്മദിന് അലസത ഉണ്ടായിരുന്നല്ലേ? മുഹമ്മദ് വന്നിട്ടുണ്ട്. മുഹമ്മദ് അദ്ദേഹത്തോട് ചോദിക്കാം, നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. റിസ്വാനോപ്പ് വന്നിട്ടുണ്ട്. മുഹമ്മദ് റിസ്വാനെ സഹോദര, അജീഷ് ബ്രദർ തെളിവ് തന്നു. മുഹമ്മദ് കൊടും പാപിയായിരുന്നു എന്ന് മുഹമ്മദിന്റെ വാക്കുകളിൽ നിന്നും അള്ളാഹുവിന്റെ വാക്കുകളിൽ നിന്നും അജീഷ് ബ്രദർ തെളിവ് തന്നു. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പറയൂ. അജീഷ് ബ്രദർ പറഞ്ഞ തെളിവിന് വിരോധമായിട്ട് താങ്കൾക്ക് എന്ത് പറയാനുണ്ട്? ഹദീസ് ഏതാണ്ട് 2 ഹദീസുകൾ അജീഷ് ബ്രദർ പറഞ്ഞു. മുഴുവൻ കള്ളമാണെങ്കിൽ താങ്കൾ ഖുറാന്റെ ആയത്തെടുത്തിട്ട് വായിക്കുക. ഇപ്പൊ ആരും ഇടയ്ക്ക് കയറരുത്. താങ്കൾ ഖുറാന്റെ ആയത്തെടുത്തിട്ട് താങ്കൾ വായിക്കുക, എന്നിട്ട് പറയുക അജീഷ് ബ്രദർ, ജയസ് ബ്രദറെ ഇടയ്ക്ക് കയറരുതെന്ന് പറഞ്ഞില്ലേ? മുഹമ്മദ്, അജീഷ് ബ്രദർ പറഞ്ഞ വാക്കുകൾ എന്താണ് കള്ളം? അത് താങ്കൾ വളരെ കൃത്യമായി, അജീഷ് ബ്രദർ പറഞ്ഞ തെളിവുകൾ തെറ്റാണെങ്കിൽ താങ്കൾ ഖുറാൻ എടുത്തിട്ട് വായിച്ചിട്ട് പറയുക അത് തെറ്റാണ്. അജീഷ് ബ്രദർ ഇവിടെ സൂറ മുഹമ്മദിന്റെ ആയത്ത് വായിച്ചു, പല ആയത്തുകൾ വായിച്ചു. പറയൂ, എന്താണ് അജീഷ് ബ്രദർ പറഞ്ഞ കള്ളം? മുഹമ്മദ് റഫീഖ് പറയൂ, എന്താണ് അജീഷ് ബ്രദർ പറഞ്ഞ കള്ളത്തരം എന്താണെന്ന് പറയൂ. പുള്ളിക്കാരൻ താഴെ ഒരു സോറി ഇട്ടിട്ടുണ്ട്. എന്തോ നബിയെ കുറിച്ച് ഇല്ലായ്മ പറഞ്ഞു. ഇല്ലായ്മ ഞങ്ങളാണോ പറയുന്നത്, അള്ളാഹു ആണോ പറയുന്നത്? അള്ളാഹു ആണ് പറയുന്നത്, മുഹമ്മദെ, നിന്റെ പാപത്തിൽ നിന്നും നീ മോചനം ചോദിക്കുക, നിന്റെ കഴിഞ്ഞു പോയതും വരാൻ പോകുന്നതുമായിട്ടുള്ള പാപങ്ങൾ നാം പുറത്തു തന്നിരിക്കുന്നു. അപ്പൊ മുഹമ്മദ് കൊടും പാവിയാണെന്ന് അള്ളാഹു തന്നെ പറയുന്നല്ലോ. പിന്നെ മുഹമ്മദ് തന്നെ പറഞ്ഞു. അതെ 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 അതെ, തീർച്ചയായിട്ടും മുഹമ്മദ് കൊടും പാവിയാണ് എന്ന് താങ്കൾ അംഗീകരിച്ചു. നസ്രേനെ നിന്ന് ഒരു മിനിറ്റ്. ഈ പറഞ്ഞതൊന്നും നബിയെ പറഞ്ഞതൊന്നും ഖുറാനിലില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഖുറാൻ വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ സുഹൃത്തെ, താങ്കൾ ആ 40ന്റെ 55 എടുത്തൊന്ന് വായിച്ച്. ഒന്ന് വായിച്ചേ. ഇവിടെ പറയുന്നത് 100% കള്ളമാണെന്നുണ്ടെങ്കിൽ എന്റെ ഖുറാനും കള്ളമാണ്. ഖുറാൻ കള്ളമാണ്. എടുത്തു വായിച്ചേ. ആർജമുള്ള ഒരു മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ ഒന്ന് വായിച്ചേ. മുഹമ്മദ് പാപി അല്ല എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, മഹാപാപി അല്ല എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എടുത്തൊന്ന് വായിച്ചേ. പാപി അല്ലെന്നുണ്ടെങ്കിൽ ഖുറാൻ എടുത്ത് വായിച്ചേ. 40ന്റെ 55 ഖുറാൻ വായിക്കൂ സുഹൃത്തെ. അജീഷ് ബ്രദർ പറഞ്ഞത് ഖുറാൻ എടുത്ത് വായിക്കൂ. ഞാൻ പറഞ്ഞത് തെറ്റാണെന്നുണ്ടെങ്കിൽ ആ 40ന്റെ 55 എടുത്ത് വെച്ചിട്ട് എന്നെ അങ്ങ് കണ്ണിച്ചേ. അല്ല, ഈ നിരീശ്വരവാദികളെ മുഹമ്മദ് റഫീഖെ, താങ്കൾ ഖുറാന്റെ ആയത്ത് വായിക്കും. നിരീശ്വരവാദികളല്ല ഇവിടുത്തെ ടോപ്പിക്. അത് ഇല്ലാണ്ടാക്കാനേ ഒരു മിനിറ്റ്. മുഹമ്മദ് റിസ്വാനെ, ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ഞാനൊരു ക്രിസ്ത്യാനിയാണ്, നിരീശ്വരവാദി അല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ്. ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിരുന്നു, ഞാൻ നിരീശ്വരവാദി അല്ല. മുഹമ്മദ് റിസ്വാൻ ആ രീതിയിൽ സംസാരിക്കാൻ എൻ്റെ അടുത്ത് വരണ്ട. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ഞാൻ ക്രിസ്ത്യാനിയാണെന്ന്. അതുകൊണ്ട് താങ്കൾ ഒരു കാര്യം ചെയ്യും, ഞാൻ പറയുന്നു 40ന്റെ 55 മുഹമ്മദ് പാവിയാണെന്ന് ഖുറാന്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. താങ്കൾ അതല്ല എന്നുണ്ടെങ്കിൽ ഖുറാൻ എടുത്ത് വായിച്ച് തെളിയിക്കുക. ഓക്കെ? നീ ക്രിസ്ത്യാനിയാണെങ്കിൽ നീ അത് പഠിച്ചിട്ട് ഖുറാൻ എടുത്ത് വായിക്കൂ സുഹൃത്തെ. ക്രിസ്ത്യാനി അല്ല വിഷയം ഇവിടുത്തെ. ഖുറാൻ എടുത്ത് വായിക്കൂ സുഹൃത്തെ. ഖുറാൻ എടുത്ത് വായിക്കൂ സുഹൃത്തെ. ഖുറാൻ എടുത്ത് വായിക്കൂ. ഖുറാൻ വായിക്കാൻ നാണമാണോ? മുസ്ലിങ്ങൾക്ക് ഖുറാൻ എടുത്ത് വായിക്കാൻ നാണമാണോ? മുസ്ലിമായിട്ട് മുസ്ലിമിന്, ഒരു മുസൽമാന് മുഹമ്മദിന്റെ ഖുറാൻ എടുത്ത് വായിക്കാൻ നാണമുണ്ടോ? മുഹമ്മദിന്റെ കൂട്ടത്തിലുള്ള സഹാബികൾ സ്വന്തം മക്കളുടെ അമ്മമാരെ വിൽക്കാറുണ്ടായിരുന്നു മുഹമ്മദിന്റെ മുൻപിൽ വെച്ച് തന്നെ. അതിൽ അവർ ഒരു തെറ്റും കണ്ടിട്ടില്ല എന്ന് വളരെ കൃത്യമായി ഹദീസുകൾ രേഖപ്പെടുത്തുന്നു. മുഹമ്മദ് ഒരു കൊടും പാപിയാണ്, സ്വവർഗഭോഗിയാണ്, ശിശുഭോഗിയാണ്, ശവഭോഗിയാണ് എന്ന് ഞങ്ങൾ ഇവിടെ തെളിയിക്കും. സ്വവർഗഭോഗം മുഹമ്മദ് കാണിച്ചിട്ടുണ്ട്. മുഹമ്മദ് ശിശുഭോഗം
കാണിച്ചിട്ടുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളെ ലൈംഗികമായി മുഹമ്മദ് പീഡിപ്പിച്ചിട്ടുണ്ട്. മുഹമ്മദ് ശവഭോഗം ചെയ്തിട്ടുണ്ട്. അലിയുടെ അമ്മ ഫാത്തിമയുമായി മുഹമ്മദ് ശവഭോഗം നസ്രൻ ബ്രദറെ ചെയ്തിട്ടുണ്ട്. വോയിസിന് എന്തോ പ്രോബ്ലം ഉണ്ടേ, വോയിസിന് എന്തോ പ്രോബ്ലം ഉണ്ട് ഭയങ്കര നസ്രൻ. പതർച്ചയുള്ള നസ്രേനെ. ഇപ്പൊ കേക്കാമോ? സൗണ്ട് ക്ലിയർ ആയോ? ആ ഇപ്പൊ കൊള്ളാം. ആ, മുഹമ്മദ് സ്വവർഗഭോഗിയാണ്, ശവഭോഗിയാണ്, ശിശുഭോഗിയാണ് എന്ന് വളരെ കൃത്യമായി നിങ്ങളുടെ പുസ്തകങ്ങൾ തെളിയിക്കുന്നു. അജീഷ് ബ്രദർ കാണിച്ചു മുഹമ്മദ് കൊടും പാപിയാണ് എന്ന്. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുമ്പോൾ താങ്കൾക്ക് എന്താണ് അത് തെറ്റായിട്ട് തോന്നുന്നത്? ഖുറാന്റെ ആയത്തല്ലേ വായിച്ചത്? താങ്കൾ വായിക്കൂ. ഖുറാന്റെ ആയത്ത് എടുത്തിട്ട് സുഹൃത്തെ താങ്കൾ വായിക്കൂ. മുഹമ്മദ് റിസ്വാനെ, ഖുറാന്റെ ആയത്ത് എടുത്തിട്ട് വായിക്കൂ. അജീഷ് ബ്രദർ പറഞ്ഞ ആയത്ത് വേണമെങ്കിൽ ഒന്നുകൂടെ ചോദിക്കുക. അജീഷ് ബ്രദർ ആ ഖുറാന്റെ ആയത്ത് ഓരോന്നായിട്ടൊന്ന് പറഞ്ഞേ. സൂറ 47, സൂറ അൽ മുഹമ്മദ്, അതിന്റെ ആയത്ത് ഏതായിരുന്നു? ഞാൻ തുടക്കം മുതൽ പറയാം. 47:19. നിന്റെ 47-ന്റെ പാപത്തിന് നീ 19. പാപമോചനം തേടുക, ആ, സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസികൾക്ക് വേണ്ടിയും. ഇനി അത് താങ്കൾക്ക് വായിക്കാൻ അത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഓഡിയൻസിലുള്ള ഞാൻ സഹോദരന്മാരെ ഖുറാൻ 47-19 ആരെങ്കിലും ഒന്ന് ചാറ്റ് ബോക്സിനകത്തോട്ട് ഇട്ടേ. ചാറ്റ് ബോക്സിനകത്ത് ഇടുമ്പോൾ അല്ല അദ്ദേഹം വായിക്കും. നസ്രേനെ, ഞാൻ രാവിലെ ഒന്ന് കുളിച്ചിട്ടും നനച്ചിട്ടും ഒന്നുമില്ല, എങ്കിലും ദേ ഖുറാൻ തൊട്ടിട്ടുണ്ട്, എടുത്ത് വായിക്കാൻ പോണേ. ഖുറാൻ എടുത്തു. 47 എവിടെ ആണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ പന്നിയിറച്ചി കഴിച്ചിട്ടിരിക്കുക. അത് കാരണം പിന്നെ അതുകൊണ്ട് നല്ല പവറായിരുന്നു. അത് ഹലാലാണ് അജീഷ് ബ്രദർ, കുഴപ്പമില്ല. അതെ, അതുകൊണ്ടാണ് ഞാൻ കഴിച്ചിട്ട് 48. ഹലാൽ പന്നിയിറച്ചി കഴിച്ചിട്ട് ഖുറാൻ തൊടുന്നതിൽ ഒരു തെറ്റും നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇനി ഇത് 47:19. മുഹമ്മദ് റസ്വാൻ എന്ന് പറയുന്ന മുസ്ലിമിന് വായിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇന്ന് പന്നിയിറച്ചി കഴിച്ച നാവും കൊണ്ട് വായിക്കുകയാണ്. അതുകൊണ്ട് നബി, അള്ളാഹു ഒഴികെ ഒരു ഇലാഹു ഇല്ലെന്ന് താങ്കൾ അറിഞ്ഞുകൊള്ളുക. താങ്കളുടെ പാപപരിഹാരത്തിന് വേണ്ടിയും സത്യവിശ്വാസിനികൾക്ക് വേണ്ടിയും താങ്കൾ പൊറുക്കലിനെ തേടുക. നിങ്ങളുടെ ചലനസ്ഥാനവും മടക്കസ്ഥാനവും അള്ളാഹു അറിയുന്നുണ്ട്. കറക്റ്റ് അല്ലേ? ഇത് വായിച്ചത് കറക്റ്റ് അല്ലേ നസ്രേന്റെ? വാക്കൊന്നും തെറ്റില്ലല്ലോ. പന്നിയിറച്ചിയുടെ ഒരു പവർ. കറക്റ്റ് ആണ്. 48-2 എന്തുവാ അജീഷ് ബ്രദറെ? 48-2. 48:2. ഇങ്ങോട്ട് മറിഞ്ഞു പോണ എന്താ അഹങ്കാരി പോകട്ടെ. താങ്കളുടെ തെറ്റുകളിൽ നിന്ന് മുമ്പ് കഴിഞ്ഞതും പിന്നീടുണ്ടാകുന്നതും അള്ളാഹു താങ്കൾക്ക് പുറത്തു തരാനും തന്റെ അനുഗ്രഹം താങ്കൾക്ക് അവൻ പൂർത്തിയാക്കുവാനും നേർവഴിയിൽ താങ്കളെ നയിക്കാനും അന്തസ്സാർന്ന ഒരു സഹായം അള്ളാഹു താങ്കൾക്ക് നൽകാനും വേണ്ടി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം പുള്ളിക്കാരൻ തെറ്റുകാരനാണെന്ന് വളരെ കൃത്യമായി പറയുന്നു. നസ്രേനെ, ഇപ്പൊ നിങ്ങൾ ആപ്പിലും ഒക്കെ കയറിയാണ് ഈ ഖുറാൻ നോക്കുന്നതെന്നുണ്ടെങ്കിൽ എന്റെ ഇരിക്കുന്ന ഈ ഖുറാൻ എന്ന് പറയുന്നത് 1997 ഇറക്കിയ ഖുറാനാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ഖുറാന്റെ അകത്ത് ഇങ്ങനൊന്നും അല്ലായിരിക്കും എഴുതിയിരിക്കുന്നത്. വെളുപ്പിച്ച് എഴുതി വെച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഖുറാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ വായിച്ച കണക്കായിരിക്കില്ല. ഇത് 97 ഖുറാൻ വെച്ചുകൊണ്ടാണ് ഞാൻ വായിക്കുന്നത്. അപ്പൊ ഈ 97 1997 പബ്ലിഷ് ചെയ്ത സാധനം ഇപ്പൊ നിങ്ങൾ വായിച്ചതായിട്ട് ചിലപ്പോൾ വ്യത്യാസം കാണും. ആ 47:19 നസ്രൻ വായിച്ചു നോക്കി. അജീഷ് ബ്രദറെ 40-55 കൂടെ വായിച്ചോ. ഇത് മുഹമ്മദ് റിസ്വാൻ റഫീഖെ, അത് നിങ്ങള് MM അക്ബറിനോട് ചെന്ന് പറയണമായിരുന്നു ക്രിസ്ത്യാനികളെ ചൊറിയാൻ പോകരുതെന്ന്. ക്രിസ്ത്യാനികളെ പണ്ട് MM അക്ബർ ചൊറഞ്ഞത് കൊണ്ടാണ് ക്രിസ്ത്യാനികൾ ഇന്ന് ഇസ്ലാമിനെ എടുത്തിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് അത് അന്ന് പോയി പറയണമായിരുന്നു. 40-55 എന്താണ് അജീഷ് ബ്രദറെ? 40:55. അതുകൊണ്ട് നബി, താങ്കൾ ക്ഷമിക്കുക. നിശ്ചയമായും അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. താങ്കളുടെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. രാവിലെയും വൈകുന്നേരവും താങ്കളുടെ നാഥനെ സ്തുതിക്കുന്നതിനോടൊപ്പം അവന്റെ പരിശുദ്ധിയെ പുകഴ്ത്തുകയും ചെയ്യുക. അയ്യോ, മുഹമ്മദ് റഫീഖിന്റെ മുഹമ്മദ് പ്രവാചകൻ പിന്നെയും പ്ലിങ് ആയല്ലോ. പിന്നെയും ബ്ലിങ്കായി. ഇത്രയും കൊടുംപാപിയും ഇത്രയും വൃത്തികെട്ടവനും മ്ലേച്ഛനുമായ ഒരു മനുഷ്യനെ പ്രവാചകൻ എന്നും തിരുനബി എന്നും വിളിക്കാനൊക്കെ എന്റെ പ്രിയ സുഹൃത്തെ താങ്കൾക്ക് എങ്ങനെ കഴിയുന്നു?
മുഹമ്മദ് റിസ്വാൻ നൂപ്പ് എങ്ങനെ കഴിയുന്നു താങ്കൾക്ക്? ഇത്രയും കൊടും പാപിയായ ഒരു മനുഷ്യനെ, സ്വവർഗഭോഗം ചെയ്ത് നടന്ന ഒരു മനുഷ്യനെ, ശിശുഭോഗം ചെയ്ത് നടന്ന ഒരു മനുഷ്യനെ, സ്വന്തം വളർത്തുപുത്രന്റെ ഭാര്യയെ തുണിയില്ലാതെ കണ്ടിട്ട് അവളോടുള്ള ആസക്തി തോന്നിയിട്ട് ഖുറാന്റെ ആയത്തുകൾ ഇറക്കിയ ഒരു മനുഷ്യനെ, നാട്ടിലുള്ള സ്ത്രീകളെ നസറേനെ ഒരു എല്ലാം മിനിറ്റ്, നിക്കാഹ് നസറേനെ കഴിച്ച ഒരു മനുഷ്യനെ. മുഹമ്മദ് റിസ്വാൻ മുഹമ്മദ് പാപിയാണെന്ന് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് പുള്ളിയുടെ വായിൽ നിന്ന് സത്യസന്ധമായിട്ട് വീണു മുഹമ്മദ് പാപിയാണെന്ന്. പിന്നീട് പുള്ളിക്ക് ഒരു ഭയം, ചേട്ടാ ഇത് ആരെങ്കിലും എടുത്ത് പുറത്തേക്ക് ഇടുവോന്ന് ചോദിച്ചതിന് ശേഷമാണ് പുള്ളി ഇപ്പൊ ഇവിടെ മിണ്ടാതിരുന്നുകൊണ്ട് അള്ളാഹുവിനെ പോലെ ചാറ്റ് ബോക്സ് ഊമയായിട്ട് ഇരുന്നുകൊണ്ട് ചാറ്റ് ബോക്സിൽ നിറച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞാൻ നാണം കെട്ട മുസ്ലിങ്ങളുടെ ഇടപാടെന്ന് പറയുന്നത്. മനസ്സിലായോ? ചാറ്റ് ഞാൻ ബോക്സിന്റെ അകത്ത് ഇത് ആരും കാണത്തില്ല എന്നാണ് മുഹമ്മദ് റിസ്വാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സും എല്ലാരും കണ്ടുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തെ. ഈ ചാറ്റ് ബോക്സും എല്ലാരും കണ്ടുകൊണ്ടിരിക്കുക താങ്കൾ എഴുതിയിടുന്നത്. അതിനേക്കാളും നല്ലത് സംസാരിക്കുന്നതാ. കാരണം എന്തെക്കാളും താങ്കളുടെ മുഖം ആരും കാണുന്നില്ലല്ലോ. താങ്കൾ അങ്ങ് പറയുന്നേ മുഹമ്മദ് റഫീഖെ പാവിയാണ്. പറയൂ സുഹൃത്തെ. അല്ല റിസ്വാൻ നൂപ്പെ സുഹൃത്തെ, ഇത് ഞങ്ങൾ പറഞ്ഞ തെളിവിന് മറു ഉത്തരം വല്ല ഉണ്ടെങ്കിൽ പറയൂ. താങ്കളുടെ മൈക്ക് അൺമ്യൂട്ട് ആണ്, താങ്കൾ സംസാരിക്കൂ. ഈ പറഞ്ഞ തെളിവുകൾക്ക് താങ്കൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ താങ്കൾക്ക് പറയാം, അവസരമുണ്ട്. മുഹമ്മദ് കൊടും പാപിയാണെന്ന് ഖുർആൻ തന്നെ പറയുന്നു. ഇപ്പം വായിച്ച ആയത്ത് കേട്ടായിരുന്നല്ലോ, സൂറ 40:55. മുഹമ്മദേ, നിന്റെ പാപങ്ങളിൽ നിന്നും നീ എന്ത് ചെയ്യണം? പാപമോചനം തേടുക എന്ന് പറയുന്നുണ്ട്. മുഹമ്മദ് പാപിയാണോ? ഹലോ മുഹമ്മദ് റിസ്വാൻ. ഇത് കേട്ടാ ചിലപ്പോ അവൻ പറയാൻ തുടങ്ങും. മുഹമ്മദ് റിസ്വാൻ. ഓയ് അനീഷ വേണ്ട, അനീഷ വേണ്ട, അനീഷ പറയൂ. മുഹമ്മദ് റിസ്വാനെ, മുഹമ്മദ് പാപിയാണോ ഇല്ലയോ എന്ന് പറയൂ. റിസ്വാനെ, ചാറ്റ് ബോക്സിൽ കിടന്ന് വെറുതെ ചുമ്മാ സംസാരിക്കാതെ ഇവിടെ പറയൂ. താങ്കൾ മേളിലുണ്ടല്ലോ, പിന്നെ എന്നാ പ്രശ്നം എന്തുവാ? ഖുറാൻ തള്ളി പുള്ളി. ഖുറാൻ ആയത്ത് ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന്. ആയത്ത് ഞാൻ അംഗീകരിക്കുന്നില്ല. ഒരു ഊളകളെയും ബോധ്യമാക്കണ്ട. മുഹമ്മദിനെയും കൂട്ടരെ ഇത് ബോധ്യമാക്കേണ്ട കാര്യമില്ല. അവരിപ്പോ കുഴി കിടന്ന് അടിമേടിച്ചോണ്ടിരിക്കുകയല്ലേ, കുഴപ്പമില്ല. യേശു പാപിയാണെന്നാണ് പറഞ്ഞതെന്ന്. അപ്പൊ ദേ അവൻ അള്ളാഹുവിനെയും തള്ളി, മുഹമ്മദിനെയും തള്ളി, ഖുറാനും തള്ളി. ഇപ്പൊ ദേ കറക്റ്റ് അള്ളാഹുവിനെ മുഹമ്മദീയ തള്ളി പുള്ളി. സ്വഭാവം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പോടാന്ന് വിളിക്കാൻ തുടങ്ങി. കറക്റ്റ് മുഹമ്മദിന്റെ ആത്മാവ് പ്രവർത്തിച്ചു തുടങ്ങി. മുഹമ്മദിന്റെ മേൽ മാരണം ബാധിച്ച സെയിം ആത്മാവ് ഇപ്പോൾ പ്രവർത്തിക്കും. റിസ്വാനെ, ഇങ്ങനെ ഒന്നും ചെയ്യല്ല റിസ്വാനെ. മുഹമ്മദിന് ഏതാണ്ട് 6 മാസം മാരണം ബാധിച്ചിട്ട് ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറയുമായിരുന്നു. സ്ത്രീകളോടെല്ലാം, ഭാര്യമാരോട് ലൈംഗിക പ്രവൃത്തി ചെയ്തു എന്ന് മുഹമ്മദ് ഒറ്റ കുളിയിൽ ഈ 11 ഭാര്യമാരുമായി ലൈംഗിക പ്രവൃത്തി ചെയ്തെന്ന് മുഹമ്മദ് പറയുമായിരുന്നു. പക്ഷെ ആയിഷ പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. ഇങ്ങനത്തെ പ്രവൃത്തികളൊന്നും ചെയ്യാതെ. പ്ലീസ് റിസ്വാൻ, ഇവിടെ വെച്ച് സംസാരിക്കൂ. റിസ്വാനെ, മുഹമ്മദ് റിസ്വാൻ. ഹലോ ഹലോ ഹലോ. വെറും കളവെന്നോ? ഞങ്ങൾ പറയുന്നതാണോ കളവ്? ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുമ്പോ ഞങ്ങൾ കളവ് പറയുന്നെന്നോ? ഒരു 6 വയസ്സുള്ള കൊച്ചിനെ നിക്കാഹ് കഴിച്ചിട്ട് 9 വയസ്സിൽ ആ കൊച്ചിനെ ലൈംഗികമായി പീഡിപ്പിച്ച 53 വയസ്സുകാരനായ ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ പ്രവാചകൻ എന്ന് പറയുവാൻ സുഹൃത്തെ താങ്കൾക്ക് എച്ചിരെങ്കിലും ഉളുപ്പുണ്ടോ? സഹിയൽ ബുഖാരി 5133, സുനൻ അബൂദാവൂദ് 2121 വളരെ കൃത്യമായി ആയിഷ രേഖപ്പെടുത്തുന്ന വളരെ കൃത്യമായ ഹദീസ് കിടപ്പുണ്ട്. ഹദീസ് പറയുന്നുണ്ട് മുഹമ്മദ് ശിശുഭോഗിയായിരുന്നു എന്ന് വളരെ കൃത്യമായി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പറയൂ മുഹമ്മദ് റിസ്വാൻ ബ്രദറെ, മൈക്ക് എടുത്തിട്ട് സംസാരിക്കൂ. ഹലോ ഹലോ. പുള്ളിക്കാരൻ 12ാം ക്ലാസ് വരെ പഠിച്ച, എന്റെ മദ്രസയിൽ 12ാം ക്ലാസ് വരെ പഠിച്ച ആശാനാ. ആ നമ്പറൊക്കെ, ഫോൺ നമ്പറൊക്കെ എന്റെ പൊന്നു എന്റെ മോനെ മോനെ, നീ ഫോൺ നമ്പർ ഒന്നും ഇടാൻ വരട്ടെ ചുമ്മാ. നിനക്ക് ഇവിടെ സംസാരിക്കാൻ എന്നാ പ്രശ്നം? ഫോൺ നമ്പർ ഇട്ടേക്കുന്നു.
പൊന്നു മോനെ റിസ്വാനെ, നീ 12ാം ക്ലാസ് വരെ മദ്രസ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അവിടെ പഠിക്കാത്ത പോയി ഒരുപാട് ആയത്തുകളുണ്ട്. അല്ല പോയി 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 ഈ സൂര്യ സൂറ സത്യ കേട്ടാണോ നീ നാസിറിൻ ബ്രദർ?